ഹായ് മക്കളെ, ഇന്ന് നമ്മൾ +1 കെമിസ്ട്രിയിലെ ഇക്വിലിബ്രിയം എന്ന ഒരു ചാപ്റ്ററിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് നമുക്കറിയാം. അതിനിപ്പോൾ പബ്ലിക് എക്സാമിനാണെങ്കിലും ശരി, എൻട്രൻസിനാണെങ്കിലും ശരി, ഇക്വിലിബ്രിയം മാറ്റി വെച്ചിട്ടുള്ള ഒരു ഇടപാടില്ല. അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം, അയണിക് ഇക്വിലിബ്രിയം, മേജറായിട്ട് ഈ രണ്ട് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒരു വൺ ഷോട്ട് വീഡിയോ ആയിട്ട് ഇതിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ആവശ്യമുള്ളതെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരിക എന്നതാണ് എൻ്റെ ഉദ്ദേശം. നമുക്ക് ആദ്യം എന്താണ് മോനെ ഇക്വിലിബ്രിയം എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാം. എടാ, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് പ്രൊഡക്റ്റായി മാറുന്നതാണല്ലോ കെമിക്കൽ റിയാക്ഷൻ. റിയാക്റ്റന്റ് പ്രൊഡക്റ്റായി മാറുന്നതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നും തിരിച്ച് പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആയി മാറുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നുമാണ് പേര് വിളിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുകയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേര് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നാണ്. അറിയാവുന്ന കാര്യമാണ്. എന്താ പേര്? റിവേഴ്സിബിൾ റിയാക്ഷൻ. അപ്പൊ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണെങ്കിലേ അവിടെ ഇക്വിലിബ്രിയം ഉണ്ടാവുകയുള്ളൂ. ആദ്യം അതൊന്ന് ഓർത്തു വെക്കുക. ഇക്വിലിബ്രിയം ഉണ്ടാവണമെങ്കിൽ ഫോർവേഡ് റിയാക്ഷനും നടക്കണം, ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കണം. ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാ ഒരു കെമിക്കൽ റിയാക്ഷൻ നടത്തുക? പ്രൊഡക്റ്റ് ഉണ്ടാക്കാനല്ലേ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? റിയാക്റ്റന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ റിയാക്റ്റന്റ് ഗ്രാജ്വലി ഇങ്ങനെ പ്രൊഡക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ചെയ്യുക. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോർവേഡ് റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ പതുക്കെ 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 പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടായി വന്ന് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിനനുസരിച്ചാണ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കുക. അപ്പൊ റിയാക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഫോർവേഡ് മാത്രമേ ഉള്ളൂ, ആരില്ല, ബാക്ക്വേർഡ് റിയാക്ഷൻ ഇല്ല. കുറച്ച് സമയം കഴിയുമ്പോൾ റിയാക്റ്റന്റിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. ശരി, റിയാക്റ്റന്റ് ഇങ്ങനെ പ്രൊഡക്റ്റ് ആയി മാറുകയാണല്ലോ. അതിനനുസരിച്ച് ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും കുറയും. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും കുറഞ്ഞു വരും. സമയം കഴിയുന്നതിനനുസരിച്ച് പ്രൊഡക്റ്റിന്റെ അളവ് കൂടി വരും. ശരിയല്ലടാ? പ്രൊഡക്റ്റ് ഇങ്ങനെ കൂടുകയല്ലേ ചെയ്യുക, പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടായി വരികയാണല്ലോ ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും കൂടി വരും. അങ്ങനെ ഒരു മൊമെന്റിൽ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും നടക്കുന്ന സ്പീഡ് ഈക്വൽ ആകും. ഹലോ, എന്താണ് ഈക്വൽ ആകുന്നത്? ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് ആദ്യം ഭയങ്കര സ്പീഡായിരുന്നു, പിന്നെ അതിങ്ങനെ കുറയും. ബാക്ക്വേർഡ് റിയാക്ഷൻ ആദ്യം ഇല്ലായിരുന്നു, പിന്നെ പതുക്കെ പതുക്കെ അങ്ങനെ കൂടി വരും. അങ്ങനെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സ്പീഡിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. അപ്പൊ ഇക്വിലിബ്രിയം എന്താണ് എന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി ഇതാണ്: ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്, അതൊരു അവസ്ഥയാണ്, അറ്റ് വിച്ച് ദി റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ, റേറ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്നാണോ ഓർക്കണം. റേറ്റ് എന്നത് കെമിസ്ട്രിയിൽ സ്പീഡ് എന്നതിന് പറയുന്ന മറ്റൊരു വാക്കാണ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡ് ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡിന് ഈക്വൽ ആകുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. പഠിച്ചല്ലേ മോനെ? അപ്പൊ ഇക്വിലിബ്രിയം എന്താണ്? സ്റ്റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് അറ്റ് വിച്ച് ദി റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ബിക്കംസ് ഈക്വൽ ടു ദി റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സ്പീഡിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്നാണ് പേര്. പഠിച്ചല്ലോ? അപ്പോ ആദ്യം നമുക്ക് ഇക്വിലിബ്രിയത്തിൽ പഠിക്കാനുള്ളത് ഫിസിക്കൽ ഇക്വിലിബ്രിയമാണ്. എന്താ ഫിസിക്കൽ ഇക്വിലിബ്രിയം? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്താന്ന് എഴുതിക്കോട്ടടാ. ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ടു ഫിസിക്കൽ സ്റ്റേറ്റ്സ്. എന്താ പറഞ്ഞ? ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ടു ഫിസിക്കൽ സ്റ്റേറ്റ്. രണ്ട് ഫിസിക്കൽ സ്റ്റേറ്റുകൾക്കിടയിൽ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇതൊക്കെയാണ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് നമുക്കറിയാലോ. അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയത്തെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. അപ്പൊ അതിന് എക്സാമ്പിൾ കാണിച്ചു തരാം. മെൽറ്റിംഗ് ഓഫ് ഐസ്. കേട്ടിട്ടില്ലടാ? മെൽറ്റിംഗ് ഓഫ് ഐസ്. ഐസ് ഉരുകി വെള്ളമായി കഴിഞ്ഞാൽ, വാട്ടർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഏതൊക്കെ ഫിസിക്കൽ സ്റ്റേറ്റുകളാണ് ഇവിടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഐസ് സോളിഡ് ആണല്ലോ, വാട്ടർ ലിക്വിഡ് ആണ്. രണ്ടാണെങ്കിലും കെമിക്കൽ ഫോർമുല H2O എന്നല്ലേടാ വരിക. ഐസ് ആണെങ്കിലും വാട്ടർ ആണെങ്കിലും കെമിക്കൽ ഫോർമുല സെയിം അല്ലേ? അപ്പോൾ ഒരേ കെമിക്കൽ ഫോർമുലയുള്ള രണ്ടാളുകൾ എന്ന് പറഞ്ഞാൽ ഒരേ കോമ്പൗണ്ടിന്റെ രണ്ട് അവസ്ഥകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം. ഐസ് ഉരുകി വെള്ളമാകുന്നതും തിരിച്ച് വെള്ളം കണ്ടൻസ് ചെയ്തിട്ട് ഐസായി മാറുന്നതും വെള്ളം ഫ്രീസ് ചെയ്തിട്ട് ഐസായി മാറുന്നതും രണ്ടും നടക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. 0 ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് വെള്ളമാകുന്നതും തിരിച്ച് വെള്ളം
ഐസ് ആകുന്നതും. അതെ, വെള്ളത്തെ തണുപ്പിച്ച് ഇങ്ങനെ 0 ഡിഗ്രി മുതൽ അങ്ങോട്ട് വെള്ളം ഐസായി മാറും. ഐസിനെ ചൂടാക്കി ഇങ്ങനെ 0 ഡിഗ്രി മുതൽ ഇങ്ങോട്ട് ഐസ് വെള്ളമായി മാറും. അപ്പൊ 0 ഡിഗ്രി ഫിക്സ് ചെയ്താലോ അറ്റ് എ ടൈം ഐസ് വെള്ളവും വെള്ളം ഐസുമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവർക്കിടയിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകും. ആ ഇക്വിലിബ്രിയം ഒരേ കോമ്പൗണ്ടിന്റെ 2 ഫിസിക്കൽ സ്റ്റേറ്റുകൾക്കിടയിലല്ലേ? അപ്പൊ നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. എക്സാമ്പിൾ, ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഐസ് ആൻഡ് വാട്ടർ. മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. വെള്ളം നീരാവിയായി മാറുക. 100 ഡിഗ്രിയിലാണ് വെള്ളം നീരാവിയായി മാറുന്നത്. ഏത്? സ്റ്റീമായിട്ട് മാറുന്നത് 100 ഡിഗ്രിയിലാണ്. കണ്ടൻസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ 110 ഡിഗ്രിയിലുള്ള ഒരു നീരാവിയെ തണുപ്പിച്ച് വെള്ളമാക്കണമെങ്കിൽ 100 ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് ആ സ്റ്റീം വെള്ളമായിട്ട് മാറുന്നത്. അപ്പൊ ഞാൻ 100 ഡിഗ്രി അങ്ങോട്ട് കീപ്പ് ചെയ്താൽ അറ്റ് എ ടൈം സ്റ്റീം വാട്ടറായിട്ടും വാട്ടർ സ്റ്റീമായിട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 2 ഫിസിക്കൽ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഇക്വിലിബ്രിയം, ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. സബ്ലിമേഷൻ എന്താണെന്ന് നമുക്കറിയാം. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്തായി മാറലാടാ? പറ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ സോളിഡ് പറ ഡയറക്റ്റ് ഗ്യാസ് ആയി മാറുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. കേട്ടിട്ടില്ലടാ? സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയി മാറുന്ന. ഫോർ എക്സാമ്പിൾ ക്യാംഫർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ക്യാംഫർ എന്ന് കേട്ടിട്ടില്ലേ? കർപ്പൂരം എന്നാണല്ലോ പേര്, കർപ്പൂരം. കർപ്പൂരത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഡയറക്റ്റ് സോളിഡിന് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട്, ലിക്വിഡ് ആവാതെ ഗ്യാസ് ആയിട്ട് മാറാനുള്ള ഒരു കഴിവുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. ഡീലാണല്ലോ മോനെ? ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ സബ്ലിമേഷൻ. സോളിഡ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാസ് ആണെന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. റെഡി? അപ്പൊ എന്തായിരിക്കും മോനെ ഒരു കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു. കെമിക്കൽ ഇക്വിലിബ്രിയം എന്തായിരിക്കും? ഇക്വിലിബ്രിയം അസോസിയേറ്റഡ് വിത്ത് കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് ലോകത്ത് കോടാനുകോടി കെമിക്കൽ റിയാക്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ഒരു ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും, ഒരു കെമിക്കൽ റിയാക്ഷനിൽ നടക്കുന്ന ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സ്പീഡിൽ നടന്നാൽ അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് എന്ത് പേര് പറയുക? പറ. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പേര് പറയുക. അപ്പൊ കെമിക്കൽ ഇക്വിലിബ്രിയം ഇത്രയേ ഉള്ളൂ. ഇക്വിലിബ്രിയം അസോസിയേറ്റഡ് വിത്ത് എ കെമിക്കൽ റിയാക്ഷൻ. 2 വിധമുണ്ട്. കെമിക്കൽ ഇക്വിലിബ്രിയം 2 വിധമുണ്ട്. ഒന്നാമന്റെ പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, രണ്ടാമന്റെ പേരാണ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. നമുക്ക് ഓരോന്ന് പഠിക്കട്ടോ. ഹോമോജീനിയസ് ഇക്വിലിബ്രിയം എക്സാമ്പിൾ വെച്ച് അങ്ങോട്ട് പഠിക്കലാണ് എളുപ്പം. ഞാൻ കാണിച്ചു തരടാ. ഇയാളെ നിങ്ങൾക്കറിയാം. N2+3H2 gives 2NH3. ഇവന്റെ പേരാണ് ഹേബർ പ്രോസസ്. ഹേബർ പ്രോസസ് അറിയാതെ പരീക്ഷാ ഹാളിലേക്ക് കാലെടുത്ത് വെക്കണ്ട. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചിന്തിക്കുക, ഹേബർ പ്രോസസ് ഓർമ്മ ഉണ്ടോ? ഇല്ലെങ്കിൽ പുതപ്പെടുക്കുക, മൂടുക, പുതച്ചങ്ങോട്ട് കിടക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, പരീക്ഷയ്ക്ക് പോകണ്ട. നൈട്രജൻ പറ. സോളിഡ് ആണോ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? നൈട്രജൻ ഗ്യാസ് ആണ്. ഹൈഡ്രജനും ഗ്യാസ് ആണ്. അമോണിയയും ഗ്യാസ് ആണ്. കണ്ടോ? അപ്പൊ നോക്കിയേട്ടാ, എല്ലാ ആളുകളുടെയും റിയാക്റ്റന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ഒക്കെ ഫിസിക്കൽ സ്റ്റേറ്റ് സെയിം ആണ്. അങ്ങനത്തെവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ്. ഇയാള് ഗ്യാസ് ആണെങ്കിൽ എല്ലാവരും ഗ്യാസ്, ഇയാള് ലിക്വിഡ് ആണെങ്കിൽ എല്ലാവരും ലിക്വിഡ്, ഒരാൾ സോളിഡ് ആണെങ്കിൽ മറ്റവനും സോളിഡ്, എങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. പഠിച്ചല്ലോ? ഇക്വിലിബ്രിയം റിയാക്ഷൻ ഇൻ വിച്ച് ഓൾ ദി റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഇൻ ദി സെയിം ഫേസ്. എല്ലാവരും ഒരേ ഫേസിലാണെങ്കിൽ അവനെ ഓമനിച്ച് വിളിച്ചോളണം. പൊന്നുമോനെ പറ. അവന്റെ പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. അപ്പൊ ആരാ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം? ഏതെങ്കിലും ഒരു കിടുതാപ്പ് മാറി നിന്നാൽ, എല്ലാവരും ഒരേ ഫേസിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരുത്തൻ മാത്രം കുറച്ച് ബാക്കിക്ക് നിന്നാൽ അവനെ വിളിക്കുന്ന പേരാണ് പറ ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണെന്ന് നോക്കിക്കോ. H2+ half O2 gives H2O. H2+ half O2 gives H2O. എങ്കിലേ എന്നോട് പറ, ഹൈഡ്രജൻ സോളിഡോ ലിക്വിഡോ ഗ്യാസോ? ഗ്യാസ് ആണ്. ഓക്സിജൻ സോളിഡോ ലിക്വിഡോ? ഗ്യാസോ? ഗ്യാസ് ആണ്. പറ. H2O സോളിഡോ ലിക്വിഡോ? ഗ്യാസോ? ലിക്വിഡ് ആണ്. ശരിയല്ലേ? H2O ഗ്യാസ് ആണോ? നിന്റെ നാട്ടിൽ വെള്ളം നിറഞ്ഞ ഒരു കാറ്റാ? അല്ലല്ലോ, ലിക്വിഡ് ആണല്ലോ. അപ്പൊ 2 എണ്ണം ഗ്യാസും ഒരുത്തൻ അതിൽ നിന്ന് ഔട്ടും. കളി മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ് വന്നാൽ അവനെ വിളിക്കുന്ന പേര് പറഞ്ഞോടാ. അവനെ വിളിക്കുന്ന പേര് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്നാണ്. താഴെ തരുന്ന ഇക്വിലിബ്രിയത്തിൽ ആരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, ആരാണ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം എന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കാണാൻ പറ്റുന്നതാണ്. അടുത്തതാണടാ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഞാൻ അതിനെ വിത്ത് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. A times A plus B times B gives C times C plus D times D എന്നുള്ള ഒരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ ഞാൻ ബോർഡിൽ അങ്ങോട്ട് എഴുതുകയാണ്. ഇവിടെ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഫോർവേഡും ബാക്ക്വേഡും ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ക്ലാസ് തീരുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ ഞാൻ റിവേഴ്സിബിൾ ആരോ മാർക്ക് ഇടാൻ മറന്നാലും നിങ്ങൾ മറക്കരുത്.
ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആയിരിക്കും. പറ മോനെ, ഇതില് എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളും ആരാണെന്നൊന്ന് പറഞ്ഞേ. ക്യാപിറ്റൽ ലെറ്റർ എയും ബിയും റിയാക്റ്റന്റുകൾ അല്ലടാ, റിയാക്റ്റന്റുകളാണ്. ക്യാപിറ്റൽ ലെറ്റർ സി ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ഡി ഇവര് രണ്ടുപേരും എന്താണടാ പറ, പ്രൊഡക്റ്റുകളാണ്. ശരിയല്ലേ? ഇനി പറ, ക്യാപിറ്റൽ ലെറ്റർ എയുടെ കൂടെ കാണുന്ന ഒരു സ്മോൾ ലെറ്റർ എ, ഇവിടെ കാണുന്ന ഒരു സ്മോൾ ലെറ്റർ ബി, ഇവിടെ കാണുന്ന ഒരു സ്മോൾ ലെറ്റർ സി ആൻഡ് സ്മോൾ ലെറ്റർ ഡി, ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാമോ? ഇവനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. ആഹാ, എന്താ പേര് പറ? സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ്. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് എന്നാണ് പേര്. ഇതൊരു ചെറിയ ധാരണ നമ്മുടെ മനസ്സിൽ വേണം. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് എഴുതി വെക്കണേ. ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി, സ്മോൾ ലെറ്റർ എ ബി സി ഡി ഒക്കെ ആരാണ് എന്നൊന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ഇയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാണാൻ പോവാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് രണ്ട് വിധമുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. കെ സി ആണ് ഞാൻ ഇവിടെ കാണാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒന്ന് എഴുതി വിടുന്നുണ്ട്, കെ മറക്കാതിരിക്കാൻ. കെ രണ്ട് വിധമുണ്ട്, കെ സി ആൻഡ് കെ പി. അപ്പൊ അതിൽ കെ സി ആണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. കേട്ടോട്ടാ, കെ സി കാണാനുള്ള ഇക്വേഷൻ സിമ്പിൾ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. മരിച്ചാലും മറക്കരുത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ പറ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. കെ സി കാണാനുള്ള ഇക്വേഷൻ ആണ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. കഴിഞ്ഞിട്ടില്ല, അറ്റ് ഇക്വിലിബ്രിയം എന്നുകൂടി എഴുതി വെച്ചാലേ അതങ്ങോട്ട് കറക്റ്റ് ആവുള്ളൂ. മോനെ പറ, ഇവിടെ ആരാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ? കേസ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് നോക്ക്. ആരാ പ്രൊഡക്റ്റ് എന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിയും ഡിയും ആണ് പ്രൊഡക്റ്റ്. ശരിയല്ലേടാ? അപ്പൊ ഞാൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്നതില് മുകളിൽ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി എന്ന് ഞാൻ എടുത്തെഴുതുകയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. എടാ, സിക്ക് ഒരു സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഇല്ലേ ഇവിടെ, സ്മോൾ ലെറ്റർ സി, അത് ഇതിന് പവർ ആയിട്ട് കൊടുക്കണം. സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് സി. ഇവിടെ ഡിക്ക് ഒരു സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് ഇല്ലേ, അത് ഇവിടെ പവർ ആയിട്ടും കൊടുക്കണം. അപ്പൊ നേരെ കോൺസെൻട്രേഷൻസ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് പവർ ആയിട്ട് കൊടുക്കുക. സിമ്പിളാ. അപ്പൊ പറ, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണ് ഞാനിപ്പോ എഴുതി തീർന്നത്, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. റിയാക്റ്റന്റും ഉണ്ട് പോലെ, ഒന്നുകൊണ്ട് ബേജാറാവുണ്ട് കേട്ടോ. ഇതിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾസ് ഒക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നീ ഒന്ന് ചാടി ചാടി കൂടെ നിന്ന് തന്നാൽ മതി. പറ, റിയാക്റ്റന്റുകൾ പറയടാ. റിയാക്റ്റന്റുകൾ ഇവിടെ ആരൊക്കെയാടാ റിയാക്റ്റന്റ്? എയും ബിയും അല്ലടാ റിയാക്റ്റന്റ്. അതിന്റെ കോൺസെൻട്രേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു ബി. കളി മനസ്സിലായോ? ദാ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിന്റെ വിത്ത് എക്സാമ്പിൾ ചെയ്യിപ്പിക്കും. ഇതൊരു ജനറൽ കെമിക്കൽ റിയാക്ഷൻ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എനിവേ, ഞാൻ അതിന്റെ ഒരു ഡയലോഗ് ഇവിടെ എഴുതി വിട്ടത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താ കേട്ടോ, ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് ഇവിടെ ചർച്ച. ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇല്ലേ, ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വിൽ ബി എ കോൺസ്റ്റന്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറാതെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറത്തേയില്ല. പഠിച്ചോ? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. എക്സ് ആണെങ്കിൽ ടെമ്പറേച്ചർ അങ്ങോട്ട് മാറാതെ ആ എക്സ് അങ്ങോട്ട് മാറൂല. നിന്നോട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കും. സിയുടെ കോൺസെൻട്രേഷൻ മാറ്റി, ഡിയുടെ കോൺസെൻട്രേഷൻ മാറ്റി, എയുടെ കോൺസെൻട്രേഷൻ മാറ്റി, എന്ത് കുന്തം നീ കാണിച്ചാലും ശരി, കെ സിയുടെ വാല്യൂ മാറില്ല. ഓർത്തു വെച്ചേക്കണേ, കെ സിയുടെ വാല്യൂ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതാണ് ഈ ഡയലോഗ്. വായിച്ചോട്ടോ. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞതുമായിട്ട് കിടപിടിക്കുന്നതാണ് ഈ ഡയലോഗ് എന്നൊന്ന് ഉറപ്പിക്ക്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറിത്തരാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ വീഡിയോ പോസ് ചെയ്യുകയോ ചെയ്തിട്ട് ഈ ഡയലോഗ് നീ ഒന്ന് എഴുതി വെക്ക്. വാട്ട് ഈസ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് ചോദിച്ചാൽ പറയാനുള്ള മറുപടി, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ഞാൻ പറഞ്ഞല്ലോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം, പ്രൊഡക്റ്റ് ഓഫ്, ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് എന്ന പ്രൊഡക്റ്റ് അല്ല കേട്ടോ, ഇത് മൾട്ടിപ്പിൾ എന്ന പ്രൊഡക്റ്റ് ആണ്. എടാ, എ ഇൻറ്റു ബി എന്ന് ഞാൻ എഴുതിയാലേ കിട്ടുന്ന ആൻസർ എക്സ് ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ പറയാറില്ലേ? മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്നതിനെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയില്ലേ? കൂട്ടിയിട്ട് കിട്ടുന്നതിനെ സം എന്ന് പറയില്ലേ? ആ പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്. ഹലോ, രണ്ടാമത് പറഞ്ഞ പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് എന്ന പ്രൊഡക്റ്റാ. മനസ്സിലായല്ലോ? കെമിക്കൽ റിയാക്ഷൻ നടത്തുമ്പോഴുള്ള പ്രൊഡക്റ്റ് ഫോം ചെയ്യുമല്ലോ, ആ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ്. കളി മനസ്സിലായോ? പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ഇതാണ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഇത്രയേ ഉള്ളൂ. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ക്യാപിറ്റൽ ലെറ്റർ സി ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ ഡി. മനസ്സിലായല്ലോ? ടു എന്ന് പറഞ്ഞാൽ ഇനി താഴെ വരുന്നത് ആരാണ്? ടു ദാറ്റ് ഓഫ് ദി റിയാക്റ്റന്റ്. താഴെ വരുന്നത് പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. പ്രൊഡക്റ്റ് ഓഫ് പറ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. റിയാക്റ്റന്റുകളുടെ കോൺസെൻട്രേഷൻ ആണ് താഴെ വരിക.
എന്താ പ്രത്യേകത? ഇൻ വിച്ച് ഈച്ച് കോൺസെൻട്രേഷൻ ടേംസ് ഈസ് റേസ്ഡ് ടു എ പവർ വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ്, ഈക്വൽ ടു ദി സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. പഠിച്ചാ? നേരത്തെ ഞാൻ പറഞ്ഞ സാധന എല്ലാ കോൺസെൻട്രേഷൻ പവറുകൾക്കും ഇവരുടെ ഒക്കെ കോൺസെൻട്രേഷൻ ടേമുകൾക്ക് ഒരു പവർ കൊടുക്കണം. റേസ്ഡ് ടു എ പവർ എന്ന് പറഞ്ഞാൽ അതിനൊരു പവർ ഉണ്ട്. ഏതാണ് ആ പവർ? വിച്ച് ഈസ് ഈക്വൽ ടു ഇറ്റ്സ് സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. കെമിക്കൽ റിയാക്ഷനിൽ തന്നിരിക്കുന്ന സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അതിന് പവർ ആയിട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ കിട്ടുന്ന സാധനം, കിട്ടുന്ന വാല്യൂ will be a constant value. ആ കോൺസ്റ്റന്റ് വാല്യൂവിനെ നമ്മൾ വിളിച്ച പേരാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. പഠിച്ചല്ലോ KC? അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ സാധനം, ഞാനിതാ ഫ്രെയിമിൽ നിന്ന് മാറി തരുന്നു, ഈ സാധനം ഒന്ന് എഴുതി വെക്ക്. വീഡിയോ പോസ് ചെയ്തിട്ട് ഈ സാധനം ഒന്ന് എഴുതി വെക്ക്. എഴുതി വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എൻ്റെ ഓഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ട് താഴെ എഴുതുക ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 2 ടൈപ്സ്, ഒന്ന് KC മറ്റൊന്ന് KP. പെട്ടെന്ന് എഴുതി വെച്ചോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 2 ടൈപ്സ്, ഒന്ന് KC മറ്റൊന്ന് KP. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൺസിഡർ എ ജനറൽ കെമിക്കൽ റിയാക്ഷൻ എന്ന് എഴുതി. കൺസിഡർ എ ജനറൽ കെമിക്കൽ റിയാക്ഷൻ. A ടൈംസ് A പ്ലസ് B ടൈംസ് B ഗീവ്സ് C ടൈംസ് C പ്ലസ് D ടൈംസ് D. അതിൽ ആരാണ് A, ആരാണ് B, ആരാണ് C, ആരാണ് D, ആരാണ് സ്മോൾ ലെറ്റർ ABCD എല്ലാം ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അത് എഴുതി വെക്കുക. അതിന്റെ താഴെ KC is equal to കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് അറ്റ് ഇക്വിലിബ്രിയം. ഒക്കെ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഹിയർ ഈ റിയാക്ഷനിൽ KC is equal to concentration of C raised to C into concentration of D raised to D divided by concentration of A raised to A into concentration of B raised to B. പോയി കഴിഞ്ഞു. ഇനി നമ്മൾ എക്സാമ്പിൾസിലേക്ക് കിടക്കാൻ. പൊന്നു മക്കളെ, ഹൃദയം കൊണ്ട് എഴുതിക്കോളണേ എക്സാമ്പിൾസ്. ഇതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ പഠിച്ചതെല്ലാം വളരെ സിമ്പിൾ ആയിരുന്നെന്ന് ബോധ്യപ്പെടുന്ന ചടങ്ങാണ്. ഇതാ കേട്ടോ, N2 plus 3H2 gives 2NH3. പഠിച്ചില്ലേ? ഇതല്ലേ നമ്മുടെ ഹേബർ പ്രോസസ്. 2NH3. KC ഒന്ന് കണ്ടേടാ. KC is equal to കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് അമോണിയയാണ്. അയാളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ എഴുതിയാൽ A എന്ന് വായിക്കും, ഇങ്ങനെ എഴുതിയാൽ കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് വായിക്കും. അതിനുള്ള കോമൺ സെൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. റേസ്ഡ് ടു ഇറ്റ്സ് സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അമോണിയയുടെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ഡിവൈഡഡ് ബൈ പറഞ്ഞോ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് N2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2 റേസ്ഡ് ടു 3. ശരിയല്ലടാ? N2വിന്റെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. 1 ഞങ്ങൾ സയന്റിസ്റ്റുകൾ ഇടാറില്ലല്ലോ, അത് ഇവിടെയും ഞാൻ ഇടുന്നില്ല. N2. ഇവിടെ ഹൈഡ്രജന്റെ സ്റ്റോയിഷിയോമെട്രിക് കോഎഫിഷ്യന്റ് 3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അപ്പൊ എന്റെ പൊന്നു മോനെ, H2 പ്ലസ് I2 ഗീവ്സ് 2HI എന്ന് പറയുന്ന റിയാക്ഷനിൽ ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്, എല്ലാവരും ഗ്യാസ് ആണ്. KC കാണാനുള്ള ഇക്വേഷൻ എല്ലാ പൊന്നുമക്കളും എന്നൊന്ന് സഹായിച്ചേ. പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് HI raised to a power which is equal to its stoichiometric coefficient, that is 2, divided by concentration of H2 into concentration of I2. ശരിയല്ലടാ? കോൺസെൻട്രേഷൻ ഓഫ് H2 into concentration of I2. കളി പഠിച്ചില്ലേ? പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് ഇനി പഠിപ്പിക്കുന്നത്. കാർബൺ പ്ലസ് O2 ഹാഫ് O2 ഗീവ്സ് കാർബൺ മോണോക്സൈഡ്. പൊന്നു മക്കളെ, നിങ്ങൾ അഭിപ്രായം പറ. കാർബൺ മോണോക്സൈഡ് സോളിഡോ ലിക്വിഡോ ഗ്യാസോ? കാർബൺ മോണോക്സൈഡ് ഗ്യാസ് ആണ്. ഓക്സിജനും ഗ്യാസ് ആണ്. പക്ഷെ കാർബൺ എന്ന് പറയുന്നത് സോളിഡ് ആണ്. കാർബൺ ഗ്രാഫൈറ്റ് ആണ് എന്നാണ് ബ്രാക്കറ്റിൽ കാണുക. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് സോളിഡ് ആണല്ലോ. ഗ്രാഫൈറ്റിനെ നിങ്ങൾക്കറിയാലോ, പെൻസിലിന്റെ ഉള്ളിലുള്ള ലെഡൊക്കെ ഗ്രാഫൈറ്റ് ആണല്ലോ. ഞാൻ ഈ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണെ, നിങ്ങൾ സോളിഡിനെയും ലിക്വിഡിനെയും നോക്കാൻ പാടില്ല, ഗ്യാസിനെയും അക്വസിനെയും നിങ്ങൾക്ക് നോക്കാം. എന്താ ഏതാന്നൊന്നും എന്നോട് ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. സോളിഡിനെയും ലിക്വിഡിനെയും നോക്കാൻ പാടില്ല. നോക്കുവോ? മേലി നോക്കി പോവരുത്. എടാ, നിങ്ങൾ ഈ കാർബണിനെ കാണുന്നുണ്ടോ? ചിലര് കാണുന്നുണ്ടാകും. എടാ, നോക്കരുത് എന്ന് പറഞ്ഞതല്ലേ എടാ, ഇത് സോളിഡ് അല്ലേ, അതിനെ നോക്കാനേ പാടില്ല. അതിനെ നോക്കാൻ പാടില്ല പൊന്നുമോനെ, അങ്ങോട്ട് നോക്കല്ലേ. അവിടെ സോളിഡ് ആണെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാൻ പാടില്ല. അയാൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് KC കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് അയാളെ നമ്മൾ കാണേയില്ല. നമ്മൾ ആരെ മാത്രം നോക്കിയാൽ മതി? ഗ്യാസിനെയും അക്വസിനെയും മാത്രം നോക്കിയാൽ മതി. അപ്പൊ പറ, പ്രൊഡക്റ്റിന്റെ സൈഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഒരു പ്രശ്നവും ഇല്ല. പ്രൊഡക്റ്റിന്റെ സൈഡിൽ ഗ്യാസ് മാത്രമേ ഉള്ളൂ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്, പ്രശ്നം തീർന്നല്ലോ. ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് സൈഡിലേക്ക് നോക്ക്. നോക്കാൻ പാടുള്ളവനുമുണ്ട്, പാടില്ലാത്തവനുമുണ്ട്. പാടുള്ളവൻ മാത്രം ഇക്വേഷനിൽ വന്നാൽ മതി. അതാരാ? ഓക്സിജൻ. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് O2 റേസ്ഡ് ടു, ഇയാളുടെ പവർ എത്ര? 1/2
ഇവിടെ പവറായിട്ട് 1/2 എന്ന് എഴുതി കൊടുത്ത പ്രശ്നം തീർന്നു. അല്ല സാറേ കാർബൺ അവിടെ, നീ എന്തുകൊണ്ട് അത് ചോദിച്ചു? നീ നോക്കിയിട്ടല്ലടാ അത് കാർബൺ അവിടെ ഉണ്ടെന്ന് കണ്ടത്. അങ്ങോട്ട് നോക്കാൻ പാടില്ലടാ, നോക്കാൻ പാടില്ല. അത്തരത്തേക്ക് നോക്കിയിട്ട് വൃത്തിയോട് ചോദിക്കുന്നു. കാർബണിനെ നോക്കാൻ പാടില്ല എന്ന് ഞാനല്ലേ പറഞ്ഞേ. Kc കാണാനുള്ള ഇക്വേഷൻ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2⁻². കളി മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 2 വിധമുണ്ട്. Kcയും ഉണ്ട്, Kpയും ഉണ്ട്. Kcയും Kpയും തമ്മിലുള്ള ബന്ധമാണ് ഇനി പറയാൻ പോകുന്നത്. Kp is equal to Kc into RT⁻⁴n. ആഹാ, എല്ലാവരും ഹൃദയം വിശാലമാക്കി വീഡിയോ പോസ്റ്റ് ചെയ്ത് 30 സെക്കൻഡ് സമയം ചെലവാക്കി ഈ ഇക്വേഷൻ ഒന്ന് കാണാതെ പഠിച്ചേ. Kp is equal to Kc into RT⁻⁴n. പൊന്നുമോനെ, ഇത് പഠിക്കാതെ ഇനി മുന്നോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. Kp is equal to Kc into RT⁻⁴n. എല്ലാ പൊന്നുമക്കളും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തേ. എന്നിട്ട് ഒരു 30 സെക്കൻഡ് ഇനി നിങ്ങൾ വീഡിയോ കാണണ്ട. ഇതൊന്ന് കാണാതെ പഠിച്ചിട്ടേ വേറെ വർത്താനുള്ളൂ. Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ കാണാതെ പഠിച്ച പൊന്നുമക്കളോട് ഞാൻ പറയട്ടെ. Kp എന്താണെന്ന് നമുക്കറിയാം, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. Kc മറ്റൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. രണ്ടും 2 ടൈപ്പ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. R എന്താണെന്നറിയാത്ത പൊന്നുമക്കൾ കേട്ടോ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ആരടാ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് R. T എന്ന് പറയുന്നവൻ ടെമ്പറേച്ചർ. ആരടാ പറ? ടെമ്പറേച്ചർ. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. അറിയാത്ത ഒരുത്തൻ അവിടെ ഉണ്ട്. ആരാടാ? ΔN. ഇവിടെ ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എഴുതിക്കോളണേ. അപ്പൊ പെർഫെക്റ്റ് ആയി. ΔN നമുക്കറിയില്ല. അപ്പൊ നമുക്ക് ΔN ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് അതിന്റെ സബ് ഹെഡിങ് ആയിട്ട് എഴുതുക, കാൽക്കുലേഷൻ ഓഫ് ΔN. ΔN എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ΔN is equal to NGP minus NGR. ആരാടാ? NGP minus NGR. സിമ്പിളാ, ഒന്ന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് വിചാരിക്കണ്ട, ഭയങ്കര സിമ്പിളാ. എന്താ അറിയോ? NGP minus NGRന്റെ മലയാളത്തിലുള്ള അർത്ഥം കേട്ടോട്ടാ, പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം. ഞാൻ എന്തോ പറഞ്ഞു, നിങ്ങൾ വല്ലതും കേട്ടോ? എന്താ പറഞ്ഞേ? പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം മൈനസ് റിയാക്റ്റന്റ് സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം. അപ്പോൾ പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണത്തിൽ നിന്ന് റിയാക്റ്റന്റ് സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ΔN. ഞാൻ കാണിച്ചു തരാം. ഇതാ കേട്ടോ. ഫോർ എക്സാമ്പിൾ, എപ്പോഴും നമുക്ക് ഏത് കോൺസെപ്റ്റ് പഠിച്ചാലും ആദ്യം പഠിക്കാനുള്ള എക്സാമ്പിൾ ഹേബർ പ്രോസസ് ആണല്ലോ. N2 + 3H2 gives 2NH3. പൊന്നുമക്കളെ പറ, ഇതിൽ ആരൊക്കെ ഗ്യാസ് ആണ്? എല്ലാവരും ഗ്യാസ് ആണ്, ശരിയല്ലടാ? അപ്പൊ ആദ്യം ഞാൻ ഇതിന്റെ ΔN ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. ΔN പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് നോക്ക്. പ്രൊഡക്റ്റിന്റെ സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ആണല്ലോ. അവിടെ അമോണിയ ഉണ്ട്. എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ എത്ര ഗ്യാസ് ഉണ്ട് എന്ന് വെച്ചാൽ 2 ഗ്യാസ് ഉണ്ട്. മൈനസ് NGP മൈനസ് NGR. റിയാക്റ്റന്റ് സൈഡ് ഇതാണല്ലോടാ റിയാക്റ്റന്റ് സൈഡ്. റിയാക്റ്റന്റ് സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട് നോക്കിയാൽ, നൈട്രജൻ ഗ്യാസാ 1, ഹൈഡ്രജൻ ഗ്യാസാ 3. അപ്പൊ 1 + 3 എത്ര? 4 ഗ്യാസുകൾ പ്രൊഡക്റ്റിന്റെ റിയാക്റ്റന്റ് സൈഡിലുണ്ട്. അപ്പൊ 2 - 4. 2 - 4 എന്ന് പറഞ്ഞാൽ -2 എന്നല്ലടാ ആൻസർ വരിക. ΔN is equal to -2. What is the relation between Kp and Kc? Kp is equal to Kc into RT⁻⁴n. Here the value of ΔN is -2. Therefore, the relation between Kp and Kc of Haber process is എങ്ങനെയാണ് പറ? Kp is equal to Kc into RT⁻². ΔN പകരം -2 കൊടുത്തു. എങ്ങനെയാണ് ΔN -2 ആയതെന്ന് മനസ്സിലായല്ലോ. എന്ന പോലെ ഞാൻ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ചോ. H2 + ½ O2 gives H2O. നമ്മുടെ വെള്ളമാണ്, വെള്ളം, വാട്ടർ ഉണ്ടാകുന്ന പരിപാടി. ആദ്യം ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യണം. ഹൈഡ്രജൻ സോളിഡോ ലിക്വിഡോ? ഗ്യാസോ? ഗ്യാസ് ആണ്. ഓക്സിജനും ഗ്യാസ് ആണ്. വാട്ടർ H2O ലിക്വിഡ് ആണ്. അറിയാലോ പൊന്നുമക്കളെ, അയാൾ ലിക്വിഡ് അല്ലേ. ഇനി പറ, ആദ്യം തന്നെ ΔN ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. വാട്ട് ഈസ് ΔN? ΔN is equal to NGP minus NGR. പ്രൊഡക്റ്റ് സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം നോക്കിക്കേടാ. പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് സൂക്ഷിച്ചു നോക്ക്. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെയും കാണുന്നില്ല. എന്താ കാര്യം? അവിടെ ഗ്യാസ് ഇല്ല. കാണുന്നത് ലിക്വിഡ് ആണ്. ലിക്വിഡിനെ കൂട്ടാൻ പാടില്ല, ഗ്യാസിനെ മാത്രമേ നോക്കാവൂ. അവിടെ ഗ്യാസ് ഒന്നുമില്ല. 0 മൈനസ്. പഠിച്ചോ? റിയാക്റ്റന്റ് സൈഡിലേക്ക് നോക്കുക. റിയാക്റ്റന്റ് സൈഡില് ഒരു ഗ്യാസ് ഉണ്ട് H2, പിന്നെ ഒരു അര ഗ്യാസ് ഉണ്ട് O2. 1 + 1/2. 1 + 1 അരയും 1.5. 1.5 എന്ന് പറഞ്ഞാല് 3/2. ശരിയല്ലടാ? 3ന്റെ പകുതി അല്ലടാ 1.5. അപ്പൊ 0 - 3/2 that is equal to -3/2. Therefore, the relation between Kp and Kc ഇങ്ങനെ വരും. Kp is equal to Kc into RT⁻³ കളി മനസ്സിലായോ പൊന്നുമക്കളെ? പ്രൊഡക്റ്റ് സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണത്തിൽ നിന്ന് റിയാക്റ്റന്റ് സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം മൈനസ് ചെയ്താൽ നിനക്ക് ΔN കിട്ടും.
അപ്പൊ ചില റിയാക്ഷൻസ് ഉണ്ട്, ഞാനിതാ ചിലതിനെ മായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില റിയാക്ഷൻസ് ഉണ്ട് കെപിയും കെസിയും ഒക്കെ ഒരേപോലെ വരുന്നവരുണ്ട്. കെപിയും കെസിയും ഒക്കെ ഒരേപോലെ വരുന്നവർ. റെഡി? എല്ലാം റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഞാൻ റിവേഴ്സിബിൾ ഇട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അതിനെ റിവേഴ്സിബിൾ ആക്കിക്കൊള്ളണം. ഇത് റിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് മാറ്റാതിരിക്കാൻ പറ്റുന്നില്ല. H2 ഗ്യാസ്, I2 ഗ്യാസ്, 2HI ഗ്യാസ്, എല്ലാവരും ഗ്യാസ് ആണ്. എങ്കില് എന്നോട് പറ ഡെൽറ്റ എൻ എത്രയാണെന്ന് പറ. പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം 2. പഠിച്ചില്ലേ? റിയാക്റ്റന്റിന്റെ സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം ഇവിടെയും 2. അപ്പൊ 2 - 2 = 0. Kp = Kc into RT raised to 0. Anything raised to 0 is 1. ശരിയല്ലടാ? Anything raised to 0 is equal to 1. അപ്പൊ RT raised to 0 എന്ന് പറഞ്ഞാൽ 1 ആയി പോയി. That is Kp = Kc. അപ്പൊ താഴെ പറയുന്ന റിയാക്ഷൻസിൽ എവിടെയാണ് കെപിയും കെസിയും ഒരേ വാല്യൂ വരുന്നത് എന്നെങ്ങാനും നിന്നോട് ചോദിച്ചാൽ നീ കാണേണ്ടത് ഇങ്ങനെയാണ്. എവിടെയാണ് ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 വരുന്നത് എന്ന് നോക്കിയാൽ മതി. എവിടെയാ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 വരിക? പ്രൊഡക്റ്റിന്റെ സൈഡിലും റിയാക്റ്റന്റ് സൈഡിലും ഒരേ നമ്പർ ഓഫ് ഗ്യാസ് വന്നാൽ ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 ആയിരിക്കും. മനസ്സിലായല്ലോ പൊന്നുമക്കളെ? റെഡി? അപ്പൊ എന്താണ് ഈ സ്പെഷ്യൽ കേസ് എന്നൊന്ന് നോക്കിക്കോട്ടെടാ. ഞാനൊരു കെമിക്കൽ റിയാക്ഷൻ ബോർഡിൽ എഴുതുന്നുണ്ട് A gives B. A gives B എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ x ആണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ B gives A എന്നാണ് റിയാക്ഷൻ തന്നത് എങ്കിൽ, അതായത് റിയാക്റ്റന്റിനെ പിടിച്ച് പ്രൊഡക്റ്റ് ആക്കി, പ്രൊഡക്റ്റിനെ പിടിച്ച് റിയാക്റ്റന്റ് ആക്കി, റിയാക്ഷൻ ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ ആകും. അതാണ് പഠിക്കേണ്ടത്. 1/x ആകും. അതാണടാ സ്പെഷ്യൽ കേസ് നമ്പർ 1. കേസ് 1 എന്ന് എഴുതിയിട്ട് എഴുതണം. മനസ്സിലായല്ലോ? ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് x ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ നേരെ റിവേഴ്സ് റിയാക്ഷൻ, നേരെ റിവേഴ്സിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ ആകും. പഠിച്ചോ? x എന്നുള്ളത് 1/x ആകും. ഡീലല്ലേ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോട്ടാ. എക്സാമ്പിൾ, കാർബൺ പ്ലസ് O2 gives കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10 ആണ് എന്ന് വെറുതെ വിചാരിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 10 ആണ്. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ്സ് കാർബൺ പ്ലസ് O2, അതായത് മുകളിൽ തന്ന റിയാക്ഷന്റെ നേരെ റിവേഴ്സ് റിയാക്ഷൻ അല്ലേ താഴെ തന്നത്, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് 1/10 ആയിരിക്കും. പഠിച്ചല്ലോ? നേരെ റെസിപ്രോക്കൽ ആയിരിക്കും എന്നതാണ് ഒന്നാമത്തെ സ്പെഷ്യൽ കേസ്. സ്പെഷ്യൽ കേസ് നമ്പർ 2 ഇതാണ്. സിമ്പിൾ ആണ്. ഇതാ കേട്ടോളെ. ഒരു റിയാക്ഷൻ A gives B എന്ന് പറയുന്ന ഒരു റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് x ആണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഞാൻ ഈ റിയാക്ഷനെ മൊത്തത്തിൽ n കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്പിൾ ചെയ്തു. ഹലോ? ഈ റിയാക്ഷനെ മൊത്തത്തിൽ ഞാൻ n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പൊ A എന്നത് NA എന്നായി, B എന്നത് NB എന്നായി. NA gives NB, അതായത് മൊത്തം മുകളിൽ തന്ന റിയാക്ഷനെ ഞാൻ n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് എന്ത് സംഭവിക്കും? ചില വിദ്യാർത്ഥികൾ വിചാരിക്കും n × x ആകുമെന്ന്. അല്ല, x raised to n ആകും. എത്ര കൊണ്ടാണോ ഞാൻ മൾട്ടിപ്പിൾ ചെയ്തത് ആ വാല്യൂ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവറായി മാറും. ശരിക്കും ശ്രദ്ധിച്ചു പഠിച്ചോളണേ. എത്ര കൊണ്ടാണോ മൾട്ടിപ്പിൾ ചെയ്തത് ആ വാല്യൂ നേരെ പവറായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ കേട്ടോട്രാ, H2 + ½ O2 gives H2O എന്ന കെമിക്കൽ റിയാക്ഷന്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷനാ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ 5 ആണെന്ന് വെറുതെ വിചാരിക്കാനാണ് കേട്ടോ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ 2H2 + O2, എടാ ഞാൻ ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് കണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ H2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2H2 എന്നായി. ½ O2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫുൾ O2 ആയി. ശരിയല്ലേ? ½ × 2 1 ആയല്ലോ. അപ്പോൾ 1 O2 gives H2O എന്നതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2H2O എന്നായി. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K = 5 raised to 2 ആകും. കാര്യം ഇവിടെ 2 കൊണ്ടാണല്ലോ മൾട്ടിപ്പിൾ ചെയ്തത്. അപ്പോൾ 5 raised to 2 that is equal to 25 ആകും എന്നാണ് സ്പെഷ്യൽ കേസ് നമ്പർ 2. കളി മനസ്സിലായല്ലോ? അപ്പോൾ സ്പെഷ്യൽ കേസ് ഇത്രയേ ഉള്ളൂ. ഒരു റിയാക്ഷൻ, ആദ്യത്തെ സ്പെഷ്യൽ കേസ് ഒരു റിയാക്ഷൻ തിരിച്ചിട്ടാൽ റെസിപ്രോക്കൽ ആകും, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെസിപ്രോക്കൽ ആകും. രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് ഒരു റിയാക്ഷനെ n കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവറായിട്ട് കയറും എന്നതാണ് രണ്ടാമത്തെ സ്പെഷ്യൽ കേസ്. സ്പെഷ്യൽ കേസ് നമ്പർ 3 പഠിച്ചോളണേ. സ്പെഷ്യൽ കേസ് നമ്പർ 3, എടാ A എന്ന് പറയുന്ന റിയാക്ഷൻ ഗീവ്സ് B, അടുത്തത് B gives C. ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ആണ്, ഇതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 ആണ്. വെറുതെ വിചാരിക്കുക, ഞാൻ 2 റിയാക്ഷൻ തന്നിട്ടുണ്ട്. A gives B, B gives C. ഞാൻ ഈ റിയാക്ഷനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് വിളിക്കുന്നു, ഈ റിയാക്ഷൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് പേര് വിളിക്കും.
ഈ ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം തമ്മിൽ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് രണ്ട് റിയാക്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യാന്ന് അറിയോ നിങ്ങൾക്ക്? റിയാക്റ്റന്റുകളെ ഒരുമിച്ച് എഴുതണം, പ്രൊഡക്റ്റുകളെ ഒരുമിച്ച് എഴുതണം. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷനിലെ റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ എ ആണ്, പ്ലസ് രണ്ടാമത്തെ റിയാക്ഷനിലെ റിയാക്റ്റന്റ് ബി ആണ്. രണ്ടും ഒരുമിച്ച് എഴുതണം. രണ്ട് റിയാക്ഷനിലെയും റിയാക്റ്റന്റുകളെ ഒരുമിച്ച് എഴുതണം. എന്നിട്ട് മൊത്തത്തിൽ ആരോ മാർക്ക് ഇട്ടിട്ട് രണ്ട് റിയാക്ഷനിലെയും പ്രൊഡക്റ്റുകളെയും ഒരുമിച്ച് എഴുതണം. ആരാടാ ഇവിടുത്തെ പ്രൊഡക്റ്റ്? ബി. ആരാ ഇവിടുത്തെ പ്രൊഡക്റ്റ്? പറ. രണ്ടാമത്തെ റിയാക്ഷനിലെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സി അല്ലേടാ, പ്രൊഡക്റ്റ് സി ആണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുന്നു ബി പ്ലസ് സി, ശരിയല്ലേ? ഇവിടുത്തെ പ്രൊഡക്റ്റ് ബി, ഇവിടുത്തെ പ്രൊഡക്റ്റ് സി. കഴിഞ്ഞു. എല്ലാ റിയാക്റ്റിന്റെ എല്ലാ പ്രൊഡക്റ്റും ഒരുമിച്ച് എഴുതിയിട്ട് രണ്ട് ഭാഗത്തും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി ഒഴിവാക്കണം. ഇവിടെയും ബി ഉണ്ട്, ഇവിടെയും ബി ഉണ്ട്. അപ്പൊ റിയാക്ഷൻ എന്തായി? എ ഗീവ്സ് സി എന്ന ഒരു മൂന്നാമത്തെ റിയാക്ഷൻ കിട്ടിയില്ലേ? ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷൻസ് തമ്മിൽ കൂട്ടിയപ്പോൾ എനിക്ക് മൂന്നാമതൊരു പുതിയ റിയാക്ഷൻ കിട്ടി, എ ഗീവ്സ് സി. ആ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ K3 എന്ന് പേര് വിളിക്കുക. ഓക്കെ, ഇനി ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുകൾ തമ്മിലുള്ള ബന്ധം എന്ത് എന്നതാണ് സ്പെഷ്യൽ കേസ് നമ്പർ 3. എടാ, മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ കിട്ടിയതാ? ഒന്നാമത്തെയും രണ്ടാമത്തെയും കെമിക്കൽ റിയാക്ഷൻസ് തമ്മിൽ കൂട്ടിയപ്പോഴല്ലേ എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K3 വിൽ ബി ഈക്വൽ ടു K1 ഇൻറ്റു K2 ആയിരിക്കും. ദാറ്റ് ഈസ് സ്പെഷ്യൽ കേസ് നമ്പർ 3. K1 പ്ലസ് K2 അല്ല കേട്ടോ മോനെ, എന്താവുക? K1 ഇൻറ്റു K2 ആയിരിക്കും. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ കിട്ടുന്നത് മറ്റു രണ്ട് കെമിക്കൽ റിയാക്ഷനുകൾ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടിയാൽ ആ കൂട്ടാൻ ഉപയോഗിച്ച രണ്ട് കെമിക്കൽ റിയാക്ഷനുകൾ ഉണ്ടല്ലോ, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ മൾട്ടിപ്പിൾ ചെയ്താൽ മൂന്നാമത്തെ കെമിക്കൽ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. സിമ്പിളാ. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവാൻ നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ഞാൻ ഇനി പറയുന്ന എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കലായിരിക്കും നല്ലത്. ഇതാ കേട്ടോട്ടോ, ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാനിതിനെ കാണിക്കുകയാണെ. അതിനു മുമ്പ് ഇത് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെന്നാ ഒന്ന് മാറിത്തരുന്നു ഫ്രെയിമിൽ നിന്ന്. നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കണേ. എന്നിട്ട് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോട്ടോ. ഞാൻ ഒന്നാമത്തെ റിയാക്ഷൻ തരികയാണ്. കാർബൺ പ്ലസ് ഹാഫ് O2 ഗീവ്സ് കാർബൺ മോണോക്സൈഡ്. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നു. അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K1 ഈസ് ഈക്വൽ ടു 10 ആണെന്ന് വെറുതെ വിചാരിക്കും. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പേരും വിളിച്ചു. രണ്ടാമത്തത് കേട്ടോട്ടാ, കാർബൺ മോണോക്സൈഡിലേക്ക് വീണ്ടും ഹാഫ് ഓക്സിജൻ കൂടി ചേർത്തപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് K2 എന്ന് അറിയാം. അതിന്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്ക്. ദാറ്റ് ഈസ് നോൺ ആസ് ഇക്വേഷൻ നമ്പർ 2. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, കാർബൺ പ്ലസ് O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഇയാളുടെ K3 എത്ര എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് കോൾഡ് ഇക്വേഷൻ നമ്പർ 3. എല്ലാവരും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തേ. ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് ഉൾക്കൊള്ളണേ. ഒന്നാമത്തത് കാർബണും ഹാഫ് ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആകുന്നു. രണ്ടാമത്തത് കാർബൺ മോണോക്സൈഡിലേക്ക് വീണ്ടും ഹാഫ് ഓക്സിജൻ കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നു. ഇത് രണ്ടിന്റെ ഡാറ്റ മുഴുവനായിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് മൂന്നാമത് ചോദിക്കുകയാണ്, കാർബണും ഒരു ഫുൾ ഓക്സിജനും, ഹാഫ് ഓക്സിജൻ അല്ല ഫുൾ ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആകുന്നതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ കേട്ടോളണേ മോനെ, ഞാൻ ജസ്റ്റ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻസ് തമ്മിൽ ഒന്ന് കൂട്ടി നോക്കുക. എങ്ങനെയാണ് ഇക്വേഷൻസ് തമ്മിൽ കൂട്ടുക എന്ന് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ. എങ്ങനെയാണ് ഇക്വേഷൻസ് തമ്മിൽ കൂട്ടുക? റിയാക്റ്റന്റുകൾ ഒരുമിച്ച് എഴുതുക, പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് എഴുതുക. ആരാ ഇവിടെ ഉള്ള റിയാക്റ്റന്റുകൾ? ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷൻസ് ആണ് കേട്ടോ ഞാൻ തമ്മിൽ കൂട്ടണേ. ഒന്നാമത്തെ റിയാക്ഷന്റെ റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്, പ്ലസ് ഇവിടെ ആരാ പറ? ഹാഫ് ഓക്സിജൻ ആണ്, ഹാഫ് O2. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇയാളല്ലേ, ഇതിലെ റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇവരാണ്. ആരൊക്കെയാണ് പറഞ്ഞോ? കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹാഫ് O2. കഴിഞ്ഞു. രണ്ടിലുള്ള റിയാക്റ്റന്റുകൾ എഴുതിയാൽ ആരോ മാർക്ക് ഇടുക. എന്നിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും റിയാക്ഷനിലെ പ്രൊഡക്റ്റുകളെ ഒരുമിച്ച് എഴുതുക. കാർബൺ മോണോക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. രണ്ടിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടി ഒഴിവാക്കണേ എന്നാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഒരു കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഇവിടെ ഒരു കാർബൺ മോണോക്സൈഡ് ഉണ്ട്. നാറി രണ്ട് ഭാഗത്തും കയറിയിരിക്കുന്നു, വെട്ടി ഒഴിവാക്കി. ബാക്കിയുള്ള ആളുകളെ നമുക്കൊന്ന് എടുത്തെഴുതാം. ഇതാരടാ? കാർബൺ പ്ലസ് ഹാഫ് ഓക്സിജനും കൂടി ചേർന്നാൽ എന്തായി? ഫുൾ ഓക്സിജൻ ആയല്ലോ. അപ്പോൾ ഹാഫ് പ്ലസ് ഹാഫ് O2 എന്നൊന്നും എഴുതണ്ട, ഫുൾ O2 എന്ന് പറഞ്ഞാൽ O2 ഗീവ്സ് പ്രൊഡക്റ്റ് സൈഡിൽ ആരുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. ഇയാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അയാളാണ് ഇക്വേഷൻ നമ്പർ 3. ശരിയല്ലേ? ഇയാളല്ലേടാ ഇക്വേഷൻ നമ്പർ 3. കാർബൺ പ്ലസ് O2 ഗീവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. എനിക്ക് മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് പഠിച്ച സ്പെഷ്യൽ റിയാക്ഷൻ സ്പെഷ്യൽ കേസിൽ ഞാൻ അതാണല്ലോ പഠിപ്പിച്ചത്. K3 എന്ന് പറയുന്ന ആള്, ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്ന ആള് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ കൂട്ടിയിട്ട് കിട്ടിയതാണ്.
എന്നല്ലേടാ ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം തമ്മിൽ കൂട്ടിയപ്പോഴാണ് ഇക്വേഷൻ നമ്പർ 3 കിട്ടിയത്. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് 1ന്റെയും 2ന്റെയും സം ആണെങ്കിൽ K3 will be K1 into K2. Here the value of K1 and K2 are given, that is 10 into 5, that is equal to 50 എന്ന ആൻസർ വരും. വളരെ സിമ്പിളാ. അപ്പൊ രണ്ട് റിയാക്ഷൻസ് തമ്മിൽ കൂട്ടിയാൽ മൂന്നാമതൊരു കെമിക്കൽ റിയാക്ഷൻ കിട്ടുമെങ്കിൽ ആ രണ്ട് റിയാക്ഷനുകളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പ്രൊഡക്റ്റ് എടുത്താൽ മതി, മൂന്നാമത്തെ റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കിട്ടും. സിമ്പിൾ ആണല്ലോ. ഇതാണ് കേസ്, സ്പെഷ്യൽ കേസ് നമ്പർ 3. ഇതാ കേട്ടോടാ. അടുത്തൊരു ഹെഡിങ്ങിലേക്ക് പോവാണ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്ന് പറഞ്ഞ ആളാണ് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് വാതോരാതെ സംസാരിച്ചല്ലോ. കെ എന്ന് പറയുന്ന ആളാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്നാണ്. ഒന്ന് പഠിച്ചോട്ടോ. പ്രെഡിക്റ്റ് ദി എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2, പ്രെഡിക്റ്റ് ദി എക്സ്റ്റെന്റ് ഓഫ് എ റിയാക്ഷൻ, പ്രെഡിക്റ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി റിയാക്ഷൻ. 3, കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. 3 പണി നടക്കും. എടാ, കെയുടെ വാല്യൂ അറിഞ്ഞാൽ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ കിട്ടിയാൽ 3 പണി ചെയ്യാം. ഒന്ന് പറ, എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ പ്രെഡിക്റ്റ് ചെയ്യാം. അല്ല സാറേ, എക്സ്റ്റെന്റ് എന്താന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം? വെയിറ്റ് ചെയ്യടാ, ഞാൻ പഠിപ്പിച്ചു തരാം. 2, പ്രെഡിക്റ്റ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻ നടക്കുന്നത് ഫോർവേഡ് ആണോ ബാക്ക്വേഡ് ആണോ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. 3, ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇക്വിലിബ്രിയത്തിലുള്ള റിയാക്റ്റന്റിന്റെ അളവ്, ഇക്വിലിബ്രിയത്തിലുള്ള പ്രൊഡക്റ്റിന്റെ അളവൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കേട്ടോട്ടാ. അതിലൊന്നാണ്, നിങ്ങൾ അത് എഴുതിയെടുത്തില്ലേ മക്കളെ, ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് എന്ന് എഴുതിയിട്ട് ഈ 3 എഴുതിക്കോളണേ. അതിലൊന്ന് പ്രെഡിക്റ്റിംഗ് ദി എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ. എടാ, എക്സ്റ്റെന്റ് എന്താന്ന് അറിയണം കേട്ടോ. ആദ്യം എക്സ്റ്റെന്റ് എന്താ അറിയോ? ഒരു റിയാക്ഷൻ എത്രത്തോളം നടന്നു എന്ന് പറയലാണ് എക്സ്റ്റെന്റ്. ഒരു റിയാക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അയാളുടെ എക്സ്റ്റെന്റാ. ഒരു റിയാക്ഷനെ കുറിച്ച് ഞാൻ പറയണേ, ആ റിയാക്ഷൻ തീരാറായിട്ടുണ്ട്, ഏകദേശം അവസാനത്തിലേക്ക് അടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞത് അയാളുടെ എക്സ്റ്റെന്റാ. ഞാൻ അയാളെ കുറിച്ച് പറയുന്ന അടുത്തൊരു എക്സ്റ്റെന്റ് ഇങ്ങനെയാണ് കേട്ടോ. ഒരു റിയാക്ഷനെ കുറിച്ച് ഞാൻ പറയണേ, തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിക്കണ്, തീരാനും കുറച്ച് സമയം എടുക്കും. ഒരു റിയാക്ഷൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്, തീരാനും കുറച്ച് സമയം എടുക്കും എന്ന് ഞാനൊരു റിയാക്ഷനെ കുറിച്ച് പറഞ്ഞാൽ അത് അയാളുടെ എക്സ്റ്റെന്റാ. അപ്പൊ ഒരു എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ എത്രത്തോളം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയല. അപ്പൊ 3 രൂപത്തിലാണ് നമ്മൾ എക്സ്റ്റെന്റ് പറയാ. കെമിസ്ട്രിയിൽ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 3 രൂപത്തിലാണ്. 1, റിയാക്ഷൻ ഈസ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, റിയാക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. റിയാക്ഷൻ ഈസ് അറ്റ് എൻഡ് പോയിന്റ്, റിയാക്ഷൻ കഴിയാറായി. മൂന്നാമത്തെ വാക്ക് കേട്ടോട്ടാ, റിയാക്ഷൻ ഈസ് അറ്റ് മിഡ് വേ. ആരടാ? മിഡ് വേ ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെയും എൻഡ് പോയിന്റിന്റെയും മിഡ് വേയിലാണ് റിയാക്ഷൻ എന്നും നമ്മൾ എക്സ്റ്റെന്റ് പറയാറുണ്ട്. അപ്പൊ എക്സ്റ്റെന്റ് 3 രൂപത്തിൽ പറയും. ഒന്നാമത്തത് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, രണ്ടാമത്തത് അറ്റ് എൻഡ് പോയിന്റ്, മൂന്നാമത്തത് അറ്റ് മിഡ് വേ. ഇതിൽ എവിടെയാണ് റിയാക്ഷൻ നിൽക്കുന്നത് എന്നറിയാൻ അയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇങ്ങോട്ട് കേട്ടാൽ മതി. എടാ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇല്ലടാ, Kc. ഇഫ് ദി വാല്യൂ ഓഫ് Kc ഈസ് ഗ്രേറ്റർ ദാൻ 10⁻3. Kcയുടെ വാല്യൂ, ഹലോ, Kcയുടെ വാല്യൂ 10⁻3യേക്കാൾ കൂടുതലാണെങ്കിൽ, 10⁻3 എന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട കേട്ടോ, 1000ത്തേക്കാൾ കൂടുതലാണെങ്കിൽ കേട്ടോട്ടാ, റിയാക്ഷൻ ഈസ് അറ്റ് എൻഡ് പോയിന്റ്. ആരടാ? എൻഡ് പോയിന്റ്. പറ, റിയാക്ഷൻ ഈസ് അറ്റ് എൻഡ് പോയിന്റ്, റിയാക്ഷൻ തീരാറായിട്ടുണ്ട് എന്നാണ് അർത്ഥം. എപ്പോ? Kcയുടെ വാല്യൂ 10⁻3യേക്കാൾ വലുതാണെങ്കിൽ. Kcയുടെ വാല്യൂ ഒരുത്തൻ വന്നിട്ട് നിന്നോട് പറഞ്ഞു 1500 എന്ന്. 1500 എന്ന് പറഞ്ഞാൽ 1000ത്തേക്കാൾ വലുതാണല്ലോ, അതറിയണം കേട്ടോ. 1000 ആണോ 1500 ആണോ വലുത് എന്ന് അറിയണേ പൊന്നുമോനെ. 1000ത്തേക്കാൾ വലുതാണെങ്കിൽ, 1000നെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ എഴുതുന്ന മറ്റൊരു രൂപമാണടാ ഇത്, 10⁻3. അപ്പൊ നീ മനസ്സിലാക്കണം, റിയാക്ഷൻ ഈസ് അറ്റ് പറ എൻഡ് പോയിന്റ്. ഇഫ് ദി വാല്യൂ ഓഫ് Kc ഈസ് ലെസ് ദാൻ 10⁻3, Kcയുടെ വാല്യൂ 10⁻3യേക്കാൾ ചെറുതാണെങ്കിൽ, ഹലോ, 10⁻3യേക്കാളും പറ ചെറുതാണെങ്കിൽ, കുറവാണെങ്കിൽ, റിയാക്ഷൻ ഈസ് അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കുഞ്ഞെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. റിയാക്ഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്, റിയാക്ഷൻ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സിലായോ? എപ്പോ? Kcയുടെ വാല്യൂ 10⁻3യേക്കാളും ചെറുതാണെങ്കിൽ. If the value of Kc lies in between 10⁻3 to 10⁻3, 10⁻3ക്കും
10⁻³ ഇടയിലാണെങ്കിൽ നമ്മൾ പറയും റിയാക്ഷൻ ഈസ് അറ്റ് മിഡ് വേ ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിനും എൻഡ് പോയിന്റിനും മിഡ് വേ ആണ് എന്ന് നമ്മൾ പറയും. എപ്പോ ഇഫ് ദി വാല്യൂ ഓഫ് Kc ഈസ് ഇറ്റ് ലൈസ് ഇൻ ബിറ്റ്വീൻ 10⁻³ to 10⁻³ പഠിച്ചു വെച്ചേക്ക്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താ? ഒരു റിയാക്ഷന്റെ എക്സ്റ്റെന്റ് പറയാൻ നമ്മളെ സഹായിച്ചത് എന്താ? ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ്. അപ്പൊ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ വെച്ച് റിയാക്ഷന്റെ എക്സ്റ്റെന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റെഡി? രണ്ടാമത്തതാണടാ പ്രെഡിക്റ്റിംഗ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. നമ്മൾ നേരത്തെ ലിസ്റ്റ് ചെയ്ത് വെച്ചതല്ലേ 3 ഏതൊക്കെയായിരുന്നു പറ? ആപ്ലിക്കേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ രണ്ടാമത്തതാണ് പ്രെഡിക്റ്റിംഗ് ദി ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. അപ്പൊ എങ്ങനെയാണ് ഒരു റിയാക്ഷന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗം, എങ്ങോട്ടാണത് റിയാക്ട് ചെയ്യുന്നത്, ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ എന്നത് പ്രെഡിക്റ്റ് ചെയ്യുക എന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. എടാ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc കാണാനുള്ള ഇക്വേഷൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. ഓക്കെ, എന്നാൽ ഞാനിവിടെ ഒരു പുതിയ ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അവന്റെ പേരാണ് റിയാക്ഷൻ കോഷ്യന്റ്. പഠിച്ചോട്ടെ മോനെ, എന്താ പേര്? റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് പേര്. QUO എന്നൊക്കെയാണ്, QUO റിയാക്ഷൻ കോഷ്യന്റ് എന്നാണ് പേര്. റിയാക്ഷൻ കോഷ്യന്റിനെ QC എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ QC എന്ന് പറയുന്ന ഒരു പുതിയ ആളുണ്ട്. അയാളുടെ ഇക്വേഷൻ എന്താ അറിയാം? QC കാണാനുള്ള ഇക്വേഷൻ, Kc കാണാനുള്ള ഇക്വേഷൻ അറിയാവുന്നവന് QC കാണാനുള്ള ഇക്വേഷൻ സിമ്പിളാ. എന്താണെന്ന് അറിയോ? ഇത് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ റിയാക്ടന്റ് ആണല്ലോ. ഇവിടെ എന്താ അറിയോ? അതേ ഇക്വേഷൻ, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. പഠിച്ചോ? അപ്പൊ ഒരു ചോദ്യം, അല്ല സാറേ Kc കാണാനുള്ള അതേ ഇക്വേഷനാ QC എന്നുണ്ടെങ്കിൽ പിന്നെ രണ്ടിനെ രണ്ടായിട്ട് പറയുന്നത് എന്തിനാ? എടാ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം എന്നറിയോ? Kc എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് ഇക്വിലിബ്രിയം ആണ്. ഇക്വിലിബ്രിയത്തിന്റെ സമയത്തുള്ള പ്രൊഡക്റ്റിന്റെ അളവ് ഡിവൈഡഡ് ബൈ ഇക്വിലിബ്രിയത്തിന്റെ സമയത്തുള്ള റിയാക്ടന്റിന്റെ അളവ്. അങ്ങനെ തന്നെ പറഞ്ഞാലേ അത് Kc ആവുള്ളൂ. QC ആവുന്നത് എപ്പോഴാണെന്ന് അറിയോ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് അറ്റ് എനി ടൈം. ആരടാ? അറ്റ് എനി ടൈം. അങ്ങനെ ഇക്വിലിബ്രിയത്തിന്റെ സമയത്താവണം എന്നൊന്നും നിർബന്ധമില്ല. ഏത് സമയത്ത് കാൽക്കുലേറ്റ് ചെയ്താലും നിനക്ക് കിട്ടുന്നവനാണ് QC. സ്പെസിഫിക്കലി ഇക്വിലിബ്രിയത്തിന്റെ സമയത്ത് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആളാണ് Kc. അങ്ങനെ ഇക്വിലിബ്രിയം എന്നൊന്നുമില്ല. റിയാക്ഷൻ ആണ് തുടങ്ങി അപ്പൊ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു, കുറച്ച് കഴിഞ്ഞു അപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തു, കുറച്ച് കഴിഞ്ഞു അപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോഴെല്ലാം ഉള്ള പ്രൊഡക്റ്റിന്റെ അളവ് ഡിവൈഡ് ബൈ റിയാക്ടന്റിന്റെ അളവ് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ കോഷ്യന്റ് ഓർ QC. ഇനി പറമനെ, നിങ്ങൾക്ക് ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ ഇഷ്ടം? ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ നുറുങ്ങു വഴികളാണേ, ഒന്ന് ഓർത്ത് വെച്ചോളണേ. ഫോർവേഡ് ആണല്ലോ നമുക്ക് ഇഷ്ടപ്പെടണം, എന്നാലേ ഞാൻ ഈ പറയുന്ന സാധനം ഹൃദയത്തിൽ കയറും. ഇനി ആർക്കെങ്കിലും ബാക്ക്വേർഡാ ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്കൊന്ന് ഫോർവേഡ് ഇഷ്ടപ്പെടും. ഫോർവേഡ് ആണ് നമുക്ക് ഇഷ്ടം. Kc ആണോ QC ആണോ ഇഷ്ടം? ഹലോ, Kc ആണല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞത്. QC ഇപ്പൊ വന്നവനാ, വരുത്തനാണ് QC. Kcയോടാണോ QCയോടാണോ ഇഷ്ടം? Kcയോടല്ലേ ഇഷ്ടം. അതല്ലേ നമ്മൾ പണ്ടേ പഠിച്ചു വെച്ച ആള്. QC പുതിയ ആളല്ലേടാ, അവനോട് അത്ര ഇഷ്ടം തുടങ്ങാനുള്ള സമയമായിട്ടില്ലല്ലോ. എന്തിനാ ഞാൻ ഇങ്ങനെയൊക്കെ പറയണേന്നറിയോ? സിമ്പിളാണ്, നോക്കിയിരുന്നോ. ചിലർക്ക് അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, ആവശ്യമില്ലാത്തവർ അങ്ങനെയൊന്നും പഠിക്കണ്ട. Kc ഗ്രേറ്റർ ദാൻ QC ആണെങ്കിൽ മറക്കാതിരിക്കാനാണ്. ഇതൊക്കെ കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് പറയാ. Kc ഗ്രേറ്റർ ദാൻ QC ആണെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട Kc അല്ലടാ ഇവിടെ കൂടുതൽ, നിനക്ക് ഇഷ്ടപ്പെട്ട റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഫോർവേഡ് ആണ് എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? Kc ഗ്രേറ്റർ ദാൻ QC ആണെങ്കിൽ ഫോർവേഡാ. നിനക്ക് ഇഷ്ടമില്ലാത്ത QC ആണ് വലുത് എങ്കിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത റിയാക്ഷൻ ആണ് നടക്കുന്നത്, ബാക്ക്വേർഡ് ആണ്. ഇഫ് ദി വാല്യൂ ഓഫ് Kc is equal to QC, Kcയുടെ വാല്യൂ QCക്ക് ഈക്വൽ ആണെങ്കിൽ നീ മനസ്സിലാക്കി വെച്ചോളണം, ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഒരേ സ്പീഡിലാണ് നടക്കുന്നത്. ആ ഒരേ സ്പീഡിൽ നടക്കുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. ശരിയല്ലേ? ആ റിയാക്ഷൻ അപ്പൊ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണല്ലോ അർത്ഥം. അല്ലെങ്കിൽ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. Kc കാൽക്കുലേറ്റ് ചെയ്താൽ അതിനർത്ഥം റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണല്ലോ. അതിന് ഈക്വൽ ആണ് QC എങ്കിൽ നമ്മൾ ആ നോക്കിയ സമയം ഏതായിരുന്നു? ഇക്വിലിബ്രിയത്തിന്റെ സമയമായിരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ Kcയുടെ വാല്യൂ കൂടുതലാണെങ്കിൽ ഫോർവേഡ്, Kcയുടെ വാല്യൂ കുറവാണെങ്കിൽ ബാക്ക്വേർഡ്.
അത് കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അവതരിപ്പിച്ചത്. KCയോടാണ് നമുക്കിഷ്ടം, ഫോർവേഡിനോടാണ് നമുക്കിഷ്ടം. നമുക്ക് ഇഷ്ടപ്പെട്ടവൻ കൂടിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട റിയാക്ഷൻ ഉണ്ടാകും. മനസ്സിലായല്ലോ? എടാ, മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താടാ? കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. സിമ്പിൾ പരിപാടിയാണ് കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. അത് വളരെ സിമ്പിൾ ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എടാ, KCയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ശരിയല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് എന്നല്ലടാ നമ്മൾ പഠിച്ചത്. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. നിങ്ങൾക്ക് KCയുടെ വാല്യൂ തന്നാൽ ഇതിലേതെങ്കിലും ഒരാളെ തന്നാൽ മറ്റേത് കണ്ടെത്തിക്കൂടെ? റിയാക്റ്റന്റിന്റെ അളവ് തന്നു, പ്രൊഡക്റ്റിന്റെ അളവ് നിനക്ക് കണ്ടൂടെ? അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അളവ് തന്നു, റിയാക്റ്റന്റിന്റെ അളവ് തന്നൂടെ? അതിലേക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ പബ്ലിക് എക്സാമിന് അങ്ങനെ ഒന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് ജസ്റ്റ് ഇതൊന്ന് കേട്ടുവെച്ചേക്ക്. കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻസ്. അതിൽ വളരെ വിരളമായിട്ട് അവിടെയും ഇവിടെയൊക്കെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇനി പബ്ലിക് എക്സാമിന് മുന്നോടിയായിട്ട് ഓരോ ചാപ്റ്ററിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സെഷൻസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പോലും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിലുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതങ്ങോട്ട് പഠിക്കുക, വൃത്തിയായിട്ട് പഠിക്കുക. ബാക്കി നമുക്ക് കാണാം. ഓക്കെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇക്വിലിബ്രിയം വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്ന ഫാക്ടറുകൾ, ഇവരൊക്കെ ബാധിക്കുവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. എല്ലാം ബാധിക്കും എന്ന് അതിന് അർത്ഥമില്ല. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇതൊന്ന് ലിസ്റ്റ് ചെയ്തേ. കോൺസെൻട്രേഷൻ, പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഇനേർട്ട് ഗ്യാസ് അഡീഷൻ, അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ്, ഇതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തേ. കോൺസെൻട്രേഷൻ മാറ്റിയാൽ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കും? പ്രഷർ മാറ്റിയാൽ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ മാറ്റിയാൽ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കും? കാറ്റലിസ്റ്റ് ഇട്ടാൽ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കും? ഇനേർട്ട് ഗ്യാസ് ആഡ് ചെയ്താൽ ഇക്വിലിബ്രിയത്തിന് എന്ത് സംഭവിക്കും? ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ചർച്ച ചെയ്യാൻ നമുക്കൊരാളുടെ ആവശ്യമുണ്ട്. അവന്റെ പേരാണ് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. എന്താടാ പേര്? ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. സ്ക്രീനിൽ ഇപ്പൊ ഒരു 4 വരി കാണുന്നില്ലേ? അതങ്ങോട്ട് മറന്നേക്ക്. എന്നിട്ട് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ഞാൻ എൻ്റെ ഭാഷയിൽ ഒരു ചെറിയ ഒരൊറ്റ വരി പറഞ്ഞുതരാം. നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചേ. ഞാൻ ആ പറയുന്ന ഒരൊറ്റ ഡയലോഗ് നിങ്ങളൊന്ന് എഴുതണേ. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ഹെഡിങ് എഴുതിയിട്ട് എഴുതണേ. ഒറ്റ വരി. സിസ്റ്റം വിൽ, ഞാനും നിങ്ങളുടെ കൂടെ ഒന്ന് സഹായത്തിന് എഴുതി തരാം. സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ, സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ ടു ഒപ്പോസ്, ട്രൈ ടു ഒപ്പോസ്, ട്രൈ ടു ഒപ്പോസ് എനി ചേഞ്ച് ഹാപ്പൻഡ് ഓൺ ഇറ്റ്, ഹാപ്പൻഡ് ഓൺ ഇറ്റ്. സിസ്റ്റം വിൽ always try to oppose any change happened on it. System will always try to oppose any change happened on it. എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ ഒരു വരി വായിക്ക്. സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ ടു ഒപ്പോസ് എനി ചേഞ്ച് ഹാപ്പൻഡ് ഓൺ ഇറ്റ്. ഒരു സിസ്റ്റത്തിൽ, സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ നമുക്കറിയാം. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സ്ഥലത്തിൽ എന്ത് ചേഞ്ച് നമ്മൾ നടത്തിയാലും സിസ്റ്റം അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാനിപ്പോൾ അതിൽ പോയിട്ട് എന്തോ ഒരു സാധനത്തിന്റെ കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൂട്ടി, അപ്പൊ സിസ്റ്റം എന്ത് ചെയ്യും? അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ ശ്രമിക്കും. ഞാൻ എന്താണോ അതിൽ വരുത്തുന്ന മാറ്റം, ആ മാറ്റത്തെ ഒപ്പോസ് ചെയ്യാനാണ് സിസ്റ്റം ശ്രമിക്കുക എന്ന നിയമമാണ് ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് തുടങ്ങാം. എഫക്റ്റ് ഓഫ്, നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞ 5 ആളുണ്ടല്ലോ, ആ 5 ആളെയും ഞാൻ ലിസ്റ്റ് ചെയ്യും. ഇതാ കേട്ടോ, എഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച്. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ മോനെ, റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നതിനെ നമ്മൾ ഫോർവേഡ് റിയാക്ഷൻ എന്നല്ലടാ പേര് വിളിക്കുക. പ്രൊഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആയി മാറുന്നതിനെ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നല്ലടാ പേര് വിളിക്കുക. കേട്ടോട്ടോ മോനെ, എന്റെ ചോദ്യത്തിന് മറുപടി പറയണേ. ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ, ഹലോ 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 ചിന്തിക്കണേ. ഫോർവേഡ് റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുന്നു എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റിന്റെ അളവ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഉത്തരം പറ. എടാ, റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറുകയാണല്ലോ ചെയ്യണേ. അപ്പൊ റിയാക്റ്റന്റിന്റെ അളവ് ഇങ്ങനെ കുറയുകയും പ്രൊഡക്റ്റിന്റെ അളവ് ഇങ്ങനെ കൂടുകയല്ലടാ ചെയ്യുക. അപ്പോഴല്ലേ അത് ഫോർവേഡ് റിയാക്ഷൻ ആവുക. റിയാക്റ്റന്റ് മൊത്തം പ്രൊഡക്റ്റ് ആയി മാറുമ്പോഴല്ലേടാ ഫോർവേഡ് റിയാക്ഷൻ ആണോ? അപ്പൊ റിയാക്റ്റന്റിന്റെ അളവ് കുറയുകയും പ്രൊഡക്റ്റിന്റെ അളവ് കൂടുകയും ചെയ്യും. തിരിച്ചാണെങ്കിലോ ബാക്ക്വേർഡ് റിയാക്ഷൻ, പ്രൊഡക്റ്റ് റിയാക്റ്റന്റ് ആയി മാറുക ചെയ്യണം. അപ്പൊ പ്രൊഡക്റ്റിന്റെ അളവ് കുറയുകയും റിയാക്റ്റന്റിന്റെ അളവ് കൂടുകയും ചെയ്യും. ഇനി ഞാൻ ചോദ്യം തിരിച്ചിടുകയാണേ, റിയാക്റ്റന്റിന്റെ അളവ് കുറയുന്നത് എവിടെ? ഹലോ, ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, റിയാക്റ്റന്റിന്റെ അളവ് കുറയുന്നത് എവിടെ?
എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റ് ഉപയോഗിച്ച് തീരുന്നത് എവിടെ എന്നല്ലേ അർത്ഥം. റിയാക്റ്റന്റ് ഉപയോഗിച്ച് തീരുന്നത് ഫോർവേഡ് റിയാക്ഷനിലല്ലേ, ശരിയല്ലേ? പ്രൊഡക്റ്റിന്റെ അളവ് കുറയുന്നത് എവിടെയാണ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. പ്രൊഡക്റ്റിന്റെ അളവ് ഇങ്ങനെ കുറയണം. പ്രൊഡക്റ്റിന്റെ അളവ് കുറയുന്നത് എവിടെ? പ്രൊഡക്റ്റിന്റെ അളവ് കുറയുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനിലാണ്. അവിടെയാണ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. റിയാക്റ്റന്റിന്റെ അളവ് കൂടുന്നത് എവിടെ? റിയാക്റ്റന്റ് അളവ് ഇങ്ങനെ കൂടണം, അതെവിടെയായിരിക്കും? റിയാക്റ്റന്റ് അളവ് കൂടുക പറഞ്ഞാൽ റിയാക്റ്റന്റ് ഇങ്ങനെ ഉണ്ടാവുക എന്നാണല്ലോ. എവിടെയാണ് റിയാക്റ്റന്റ് ഉണ്ടാകുന്നത്? ബാക്ക്വേർഡ്. പ്രൊഡക്റ്റിന്റെ അളവ് കൂടുന്നത് എവിടെ? ഫോർവേഡ്. കളി മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഇനി പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇത് സെറ്റ് ആണെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഒന്നാമത്തെ കേസ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഞാൻ ഇൻക്രീസ്. ഹലോ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഞാൻ ഇൻക്രീസ് ചെയ്തു. ഇത് ഞാൻ വരുത്തിയ ചേഞ്ചാ. സിസ്റ്റത്തിൽ പോയിട്ട് ഒരു റിയാക്ഷൻ അവിടെ ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. ആ റിയാക്ഷൻ ഇങ്ങനെ നടക്കുന്ന ഒരു കണ്ടിട്ടുള്ള അസൂയ കൊണ്ട് ഞാൻ അവിടെ പോയിട്ട് റിയാക്റ്റന്റിന്റെ അളവ് അങ്ങോട്ട് കൂട്ടി, കുറെ റിയാക്റ്റന്റ് വാരി വലിച്ചങ്ങോട്ട് വെതറി അതിലേക്ക്. അപ്പൊ എന്ത് സംഭവിച്ചു പറ? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഇൻക്രീസ്ഡ്, റിയാക്റ്റന്റിന്റെ അളവ് കൂടി. ഇതാണല്ലോ ഇപ്പൊ ഇവിടെ നടന്ന ചേഞ്ച്. അപ്പൊ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു, സിസ്റ്റം വിൽ ഓൾവേസ് ട്രൈ ടു ഒപ്പോസ് എനി ചേഞ്ച് ഹാപ്പൻഡ് ഓൺ ഇറ്റ്. അതിൽ സംഭവിച്ച എല്ലാ ചേഞ്ചും, ഏത് ചേഞ്ചിനെയും ഒപ്പോസിറ്റ് ചെയ്യാൻ സിസ്റ്റം ശ്രമിക്കും. അപ്പൊ എന്താ സിസ്റ്റം ശ്രമിക്കുക? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഞാൻ ഇൻക്രീസ് ചെയ്താൽ ഡയലോഗ് ഇങ്ങനെയാണ്, സിസ്റ്റം വിൽ ട്രൈ ടു, സിസ്റ്റം വിൽ ട്രൈ ടു. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇൻക്രീസ്ഡ് ആണ് ഇവിടെ. അപ്പൊ ഡിക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. പഠിച്ചോ? റിയാക്റ്റന്റിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും. ഞാൻ നേരത്തെ നിന്നോട് ചോദിച്ചു, റിയാക്റ്റന്റിന്റെ അളവ് കുറയുന്നത് എവിടെ? റിയാക്റ്റന്റിന്റെ അളവ് കുറയുന്നത് ഫോർവേഡ് റിയാക്ഷനില്ല. അപ്പൊ റിയാക്ഷൻ എവിടേക്ക് നടക്കും പറ? ഫോർവേഡ് നടക്കും എന്ന് നീ മനസ്സിലാക്കണം. ഫോർവേഡ് നടക്കും. പഠിച്ചോ? എന്ന പോലെ കേട്ടോളനെ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഞാൻ ഡിക്രീസ് ചെയ്താൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകും. സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. ശരിയല്ലടാ? റിയാക്റ്റന്റിന്റെ അളവ് കൂട്ടാൻ ശ്രമിക്കും. റിയാക്റ്റന്റിന്റെ അളവ് എവിടെയാടാ കൂടുന്നത്? റിയാക്റ്റന്റിന്റെ അളവ് കൂടുന്നത് ബാക്ക്വേർഡ് റിയാക്ഷനിലാണ്. ഇത് രണ്ടും നിങ്ങളൊന്ന് ചെയ്തോളനെ. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഞാൻ ഇൻക്രീസ് ചെയ്തു, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഞാൻ ഡിക്രീസ് ചെയ്തു എന്നിങ്ങനെയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തരുന്നുണ്ട്. അതിന്റെ ആൻസർ ഇതാ കേട്ടോ. പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്താൽ ഞാൻ വാക്കുകൊണ്ട് പറയുന്നുണ്ട്. പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്താൽ സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കും. കുറക്കണമെങ്കിൽ ബാക്ക്വേർഡ് നടക്കണം. ശരിയല്ലേ? ഇവിടെ ബാക്ക്വേർഡ്. പ്രൊഡക്റ്റിന്റെ അളവ് ഞാൻ കുറച്ചാൽ സിസ്റ്റം വിൽ ട്രൈ ടു ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ്. പ്രൊഡക്റ്റിന്റെ അളവ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റിന്റെ അളവ് കൂടാൻ ഫോർവേഡ് നടക്കണം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ബാക്കി മാത്രമേ ഇനി നിങ്ങൾക്ക് കലക്കിയെടുക്കാനുള്ളൂ. ഈ ക്വസ്റ്റ്യന്റെ ഈ തന്ന എല്ലാത്തിന്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചർച്ചയാണത്. നേരത്തെ നിങ്ങൾ എഴുതി വെച്ചത് തന്നെ, ഇനി ഇത് നിങ്ങൾ എഴുതണമെന്നില്ല, നേരത്തെ എഴുതിയത് തന്നെ. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഇൻക്രീസ് ചെയ്താൽ, ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് ഇൻക്രീസ് ചെയ്താൽ റിയാക്ഷൻ ഏത് നടക്കും? ഫോർവേഡ് നടക്കും. ഇതാ റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അങ്ങനെ ആ കാണുന്ന 4 എണ്ണത്തിനെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചതാണ്, വിട്ടേക്ക്. ഈ എഫക്റ്റ് ഓഫ് പ്രഷർ. ഞാനൊരു കാര്യം പറയണേ, ഹൃദയം കൊണ്ട് കേൾക്കണേ. കാതിൽ നിന്ന് നേരെ ഒഴുകി അത് ഹൃദയത്തിന്റെ വടക്കിഴക്കേ കോണിലേക്കൊന്ന് കയറ്റി വെച്ചോളണേ. പ്രഷർ കൂട്ടിയാൽ ഗ്യാസിന്റെ എണ്ണം കൂടുതലുള്ളിടത്ത് നിന്ന് ഗ്യാസിന്റെ എണ്ണം കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. ഞാനെന്തോ പറഞ്ഞു? നിങ്ങൾ വല്ലതും കേട്ട? ഞാനെന്താ പറഞ്ഞേ? പ്രഷർ കൂട്ടിയാൽ, പ്രഷർ കൊടുത്താൽ, പ്രഷർ കൊടുക്കുക പറഞ്ഞാൽ അമർത്തുകയാണ്. അമർത്തിക്കഴിഞ്ഞാൽ പ്രഷർ അങ്ങോട്ട് കൂട്ടിയാൽ ഗ്യാസിന്റെ എണ്ണം കൂടുതലുള്ളിടത്തിൽ നിന്ന് ഗ്യാസിന്റെ എണ്ണം കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. ഞാൻ 3 എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒന്നാണടാ നമ്മുടെ ഹേബു. ഹേബു എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? ഹേബർ പ്രോസസ്. N2 + 3H2 gives 2NH3 എപ്പോഴും കാണുന്ന സാധന. N2 + 3H2 gives 2NH3 എന്ന ഹേബർ പ്രോസസ്സിനെ കുറിച്ച് എന്താണ് മോനെ നിന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം, മോശം അഭിപ്രായം ഒന്നും ഇല്ലല്ലോ. പെങ്ങളെ കെട്ടിച്ചാൻ ചോദിച്ചതല്ലല്ലോ. എടാ, ഇയാളെ കുറിച്ചുള്ള അഭിപ്രായം നൈട്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, അമോണിയ ഗ്യാസ് ആണ് എന്നതാണ്. മനസ്സിലായോ? അപ്പൊ എന്താ റിയാക്ഷൻ? ദാ ഈ റിയാക്ഷനിൽ ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട് എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? 4. ഇവിടെ 2 ഗ്യാസ്. ശരിയല്ലേ? എവിടെയാണ് ഗ്യാസിന്റെ അളവ് കൂടുതൽ? റിയാക്റ്റന്റ് സൈഡിൽ. അവിടെ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് അല്ലെ? റിയാക്റ്റന്റ് സൈഡിലല്ലേ ഗ്യാസിന്റെ എണ്ണം കൂടുതൽ. ഗ്യാസിന്റെ എണ്ണം കൂടുതലുള്ളിടത്ത് നിന്ന് ഗ്യാസിന്റെ എണ്ണം കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നീങ്ങും, റിയാക്ഷൻ നടക്കും. അപ്പൊ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഗ്യാസിന്റെ എണ്ണം കൂടുതലുള്ളിടത്ത് നിന്ന് റിയാക്റ്റന്റ് സൈഡിൽ നിന്ന് പ്രൊഡക്റ്റ് സൈഡിലേക്ക് റിയാക്ഷൻ വരും.
അഥവാ റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് ആയി മാറും. ദാറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് റിയാക്ഷൻ. പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് നടക്കും പറ? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. മനസ്സിലായോ? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രഷർ ഡിക്രീസ് ചെയ്താൽ. അപ്പൊ പ്രഷർ ഡിക്രീസ് ചെയ്താൽ എന്ത് എന്ന് പിന്നെ വേറെ അവിടെ ചോദിക്കണ്ട, ബാക്ക്വേർഡ് റിയാക്ഷനാണ്. അപ്പൊ പ്രഷർ ഡിക്രീസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ എങ്കിലും ഇൻക്രീസ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന്റെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് എന്ന് ആദ്യം എഴുതി വെക്കുക. Therefore, പ്രഷർ ഡിക്രീസ് ചെയ്താൽ ഓപ്പോസിറ്റ് നടക്കും. അങ്ങനെ പഠിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ നോട്ട്ബുക്കിന്റെ റൈറ്റ് സൈഡിൽ മാറ്റിയിട്ട് മലയാളത്തിൽ ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് എഴുതി വെച്ചോ. പ്രഷർ കൂട്ടിയാൽ ഗ്യാസിന്റെ എണ്ണം കൂടുതലുള്ളിടത്ത് നിന്ന് ഗ്യാസിന്റെ എണ്ണം കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. ഞാൻ രണ്ടാമതൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കേട്ടോ, H2O എന്ന് പറയുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അയാൾ ഡിസോസിയേറ്റ് ചെയ്തിട്ട് H2 + ½ ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾ ബോർഡിൽ കാണുന്നത്. നോക്കടാ, ഇയാള് H2O ലിക്വിഡ് ആണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, വാട്ടർ ഓക്സിജൻ ഗ്യാസ്. ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? റിയാക്ടന്റ് സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട്? 0. പ്രൊഡക്റ്റ് സൈഡിൽ എത്ര ഗ്യാസ് ഉണ്ട്? 1.5 അഥവാ 3/2. ശരിയല്ലടാ? എവിടെയാണ് ഗ്യാസിന്റെ എണ്ണം കൂടുതൽ? റിയാക്ടന്റിന്റെ സൈഡിലാണോ പ്രൊഡക്റ്റിന്റെ സൈഡിലാണോ ഗ്യാസിന്റെ എണ്ണം കൂടുതൽ? നോക്കിയാൽ അറിയാം, പ്രൊഡക്റ്റിന്റെ സൈഡിലാണ്. അപ്പൊ ഞാൻ പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഗ്യാസിന്റെ എണ്ണം കൂടുതലുള്ളിടത്ത് നിന്ന് ഗ്യാസിന്റെ എണ്ണം കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ശരിയല്ലടാ? പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയി മാറും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ പിന്നെ പ്രഷർ ഡിക്രീസ് ചെയ്താലോ? ചോദിക്കാനില്ലല്ലോ, ഫോർവേഡ് നടക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോ ഫോർവേഡാ, ഇവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോ ബാക്ക്വേർഡാ. അപ്പൊ റിയാക്ഷൻ മാറുന്നതിനനുസരിച്ച് അത് മാറും. കളി മനസ്സിലായോ? എവിടെയാണ് ഗ്യാസിന്റെ എണ്ണം കൂടുതൽ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഒരു ചോദ്യം, സാറേ ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണെങ്കിലോ? ഇതാ കണ്ടോട്ടാ, ഞാൻ ഇതിലുള്ളതൊക്കെ വായിക്കുന്നുണ്ടേ. ഇതാ ഇങ്ങനെ ഒരു റിയാക്ഷൻ ആണെന്ന് വിചാരിക്ക്. H2+ ആരാ? ഇതാ ആരാ ഇവൻ? ഇതാ നോക്കടാ, H2+ I2 gives 2HI. ഇതാണ് റിയാക്ഷൻ. H2+ I2 gives 2HI. എന്റെ പൊന്നു മക്കളെ, എന്നോട് പറ, ഇവൻ സോളിഡോ ലിക്വിഡോ ഗ്യാസോ? ഇവൻ ഗ്യാസ്, ഇവനും ഗ്യാസ്. ഇവിടെ എത്ര ഗ്യാസ് ഉണ്ടടാ? 2 ഗ്യാസ്. ഇവിടെ എത്ര ഗ്യാസ് ഉണ്ടടാ? 2 ഗ്യാസ്. റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഗ്യാസിന്റെ എണ്ണം കൂടുതൽ ഒരേപോലെയാണെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്താൽ നോ എഫക്റ്റ്. പ്രഷർ ഇൻക്രീസ് ചെയ്താലും പ്രഷർ ഡിക്രീസ് ചെയ്താലും നോ എഫക്റ്റ്. അവിടെ ഒന്നുമേ സംഭവിക്കാതെ ഒന്നും നടക്കില്ല. സിസ്റ്റം ഇങ്ങനെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുത്തം വന്നിട്ട് അമർത്തി. അപ്പൊ സിസ്റ്റം അവനോട് ചോദിക്കും, അതിന് ഒന്നും സംഭവിക്കില്ല. അമർത്തിയിട്ട് പ്രഷർ കൊടുത്തു, ഞാൻ വലിച്ചിട്ട് പിസ്റ്റൺ മോൾക്ക് വലിച്ചിട്ട് പ്രഷർ കുറച്ചു. അപ്പോഴും സിസ്റ്റം ചോദിക്കും, അതിന് ഒന്നും നടക്കില്ല, ഒന്നും സംഭവിക്കില്ലടാ, നോ എഫക്റ്റ്. എപ്പോ? ഇഫ് ദി നമ്പർ ഓഫ് gaseous molecules at the reactant side and product side are equal. പഠിച്ചല്ലോ, റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഒരേ എണ്ണമാണെങ്കിൽ. ഈ പഠിച്ച സാധനമാണ് ഒന്നുകൊണ്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇഫ് ദി പ്രഷർ ഇൻക്രീസസ്, പ്രഷർ ഇൻക്രീസ് ചെയ്താൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റഡ് ടുവാർഡ്സ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുന്ന ഡയറക്ഷനിൽ എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്ക് റിയാക്ഷൻ നടക്കും. അതിന്റെ മറ്റൊരു വേർഷൻ പ്രഷർ ഡിക്രീസ് ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് എഴുതി. ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്, റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും എണ്ണത്തിൽ വ്യത്യാസമില്ലെങ്കിൽ പ്രഷർ വിൽ നോട്ട് ഹാവ് എനി എഫക്റ്റ്. പ്രഷറിന് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. മൂന്നാമനാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. പൊന്നുമക്കളെ, ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ കുറെ കുട്ടികൾക്ക് അവിടെയും ഇവിടെയൊക്കെ പല ഡൗട്ടും ഉള്ളതാണ്. ഇന്നത്തോടെ ആ പ്രശ്നം കണ്ടു തീരും. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ഭയങ്കര സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളനെ. ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ മൂന്നാമനാണ് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. എടാ, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് പഠിക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഈ പറയുന്ന ഒന്ന് കേട്ടോളനെ. ലോകത്ത് 2 ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ΔHന്റെ വാല്യൂ നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷനും ΔHന്റെ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷനും ഉണ്ട്. ഇനി വേറൊരു ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്, ΔHന്റെ വാല്യൂ 0 ആയിട്ടുള്ള റിയാക്ഷൻ. അവിടെയൊക്കെ ഞാൻ കേസ് പറഞ്ഞുതരാം. ΔHന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എക്സോതെർമിക് ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. റിയാക്ഷൻ എക്സോതെർമിക് ആണ്. ΔHന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ ഇസ് കോൾഡ് എൻഡോതെർമിക്. ആരടാ? എൻഡോതെർമിക് ആണ്. ഓക്കെ, ΔHന്റെ വാല്യൂ 0 ആണെങ്കിൽ റിയാക്ഷൻ നെയ്തർ എക്സോതെർമിക് നോർ എൻഡോതെർമിക് എന്നേ പറയാറുള്ളൂ. കേട്ടോട്ടാ. എക്സോതെർമിക് ആണെങ്കിൽ എങ്ങനെ, എൻഡോതെർമിക് ആണെങ്കിൽ എങ്ങനെ, പെട്ടെന്ന് പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണേ. ആരാണ് എക്സോതെർമിക് എന്ന് ഓർമ്മ വേണേ. എടാ, ആരാണ് എക്സോതെർമിക്? എക്സോതെർമിക് ആരാണെന്ന് ചോദിച്ചാലേ നിങ്ങൾ എന്നോട് പറയണം. ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നവനാണ്. ΔH നെഗറ്റീവ് ആണ് അഥവാ എക്സോതെർമിക് ആണെന്ന് പറഞ്ഞാൽ ഹീറ്റിനെ എലിമിനേറ്റ് ചെയ്യുന്നവനാണ്, ഹീറ്റിനെ ലിബറേറ്റ് ചെയ്യുന്നവനാണ്, റിലീസ് ചെയ്യുന്നവനാണ്, പുറത്തേക്ക് വിടുന്നവനാണ്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നവനാണ്.
വ്യത്യാസം മനസ്സിലായോ? ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നവനാണ്. അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഹീറ്റിന് ആവശ്യമുണ്ട് എന്നല്ലയുടെ അർത്ഥം. ആവശ്യമുള്ളവനല്ലേ അബ്സോർബ് ചെയ്യുക, ആവശ്യമില്ലാത്തവനല്ലേ റിലീസ് ചെയ്യുക. ഇനി ഞാനൊരു കാര്യം പറയുകയാണെ, ഇതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ, ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ, ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ, ഇവിടെ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ ബാക്ക്വേർഡ് റിയാക്ഷൻ. സാറേ ഇതൊക്കെ കൺഫ്യൂഷൻ ആകൂലേ? ഉറപ്പായിട്ടും കൺഫ്യൂഷൻ ആകും, ഉറപ്പായിട്ടും. കാര്യം ആകെ 2 വാക്കാളുള്ളത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുക. ആകെ 2 വാക്കാളുള്ളത്, ഫോർവേഡ് ബാക്ക്വേർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ നിന്നാൽ, കാണാതെ പഠിക്കാൻ നിന്നാൽ കൺഫ്യൂഷൻ ആകും. ഓർക്കാൻ ഒരു വഴിയുണ്ട്. ഇതാ കേട്ടോട്ടാ, എൻ്റെ കയ്യിലുള്ള വഴി ഇങ്ങനെയാണ്. നിനക്ക് ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. ഞാനൊരു കണ്ടീഷൻ പറയുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ അത് ഫോർവേഡ് എന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബാക്ക്വേർഡ് എന്നും പറയണം. എടാ നാളെ മോഡൽ എക്സാം ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു എന്നൊരു ന്യൂസ് ഇന്ന് വന്നാൽ അത് ഇഷ്ടമാണോ? ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്, സന്തോഷമാണല്ലോ. സന്തോഷമായതുകൊണ്ട് അപ്പം നിങ്ങൾ പറയണം ഫോർവേഡ്. മനസ്സിലായല്ലോ? നാളെ വരുമ്പോൾ 3 പേജ് അസൈൻമെന്റ് എഴുതി കൊണ്ടുവരണം. പറ, ഫോർവേഡ് ആണോ ബാക്ക്വേർഡ് ആണോ? ആലോചിച്ചാൽ മനസ്സിലാക്കും. ബാക്ക്വേർഡ്. എന്താ കാര്യം? ഇഷ്ടമില്ല. അപ്പൊ ഇഷ്ടപ്പെട്ട കണ്ടീഷൻ കേൾക്കുമ്പോഴെല്ലാം ഫോർവേഡും ഇഷ്ടമില്ലാത്ത കണ്ടീഷൻ കേൾക്കുമ്പോഴെല്ലാം ബാക്ക്വേർഡും പറയണം. എടാ നിങ്ങൾ ഈ എൻഡോതെർമിക്കിന്റെ മനസ്സൊന്ന് കണ്ടേ. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ അയാൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നവനല്ലേ. ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ അയാൾക്ക് ഹീറ്റിന് ആവശ്യമുണ്ട് എന്നല്ലേ അർത്ഥം. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ അതാ, ഹീറ്റിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യും. അപ്പൊ അയാൾക്ക് ഹീറ്റിന് ആവശ്യമുണ്ട് എന്ന അർത്ഥം. ഹീറ്റിന് ആവശ്യമുള്ള ഒരുത്തന്റെ അടുത്ത് പോയിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അയാൾക്ക് ഇഷ്ടപ്പെടുമല്ലോ, ശരിയല്ലേ? ഹീറ്റിന് ആവശ്യമുള്ള ആളാണ് അയാളുടെ അടുത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അയാൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഏത് നടക്കും? ഫോർവേഡ് നടക്കും. അയാൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷൻ ആണെങ്കിൽ ഫോർവേഡ്. അയാൾക്ക് ഹീറ്റിനെ ഇഷ്ടമാണ്, അപ്പോഴാണ് ടെമ്പറേച്ചർ ഒരുത്തൻ പോയി കുറച്ചു കൊടുത്തത്. ഹീറ്റ് അങ്ങോട്ട് കുറച്ചു, ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടൂല, ബാക്ക്വേർഡ്. ഓർക്കൂലേ? ഒരാൾ എക്സോതെർമിക് ആണ്. ആരാ എക്സോതെർമിക്? ഹീറ്റിനെ റിലീസ് ചെയ്യുന്നവനാണ് എക്സോതെർമിക്. ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നവനാണ് എക്സോതെർമിക്. അവന് ഹീറ്റിനെ ഇഷ്ടമല്ല, അവന് ഹീറ്റിനെ ആവശ്യമില്ല. അവിടെ പോയി ഒരുത്തൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു. ഹീറ്റിനെ വേണ്ടാത്ത ഒരുത്തന്റെ അടുത്ത് പോയിട്ട് ടെമ്പറേച്ചർ കൂട്ടിയിട്ട് കൊടുത്താൽ അയാൾക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ, ബാക്ക്വേർഡ് റിയാക്ഷൻ. ഇഷ്ടമില്ലെങ്കിൽ ബാക്ക്വേർഡ്. പഠിച്ചോ? എക്സോതെർമിക് ആണ്, ഹീറ്റിനെ പുറന്തള്ളുന്നവനാണ്. അപ്പൊരുത്തൻ പോയിട്ട് ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് കുറച്ചു കൊടുത്തു, അയാൾക്ക് AC ഒക്കെ ഇട്ട് കൊടുത്തു, ഹാപ്പി, സന്തോഷം, ഫോർവേഡ്. മനസ്സിലായല്ലോ? മറക്കില്ല ഒരിക്കലും. സാറേ ΔH 0 പറഞ്ഞാൽ ഒരാൾ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഒന്നും നോക്കണ്ട. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താലും ഇറ്റ് ഹാസ് നോ എഫക്റ്റ്. പഠിച്ചോമനെ, അവനൊന്നും സംഭവിക്കില്ല, എഫക്റ്റ് ഇല്ല. കഴിഞ്ഞു. ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും ΔH 0 ആയിട്ടുള്ള റിയാക്ഷനിൽ നോ എഫക്റ്റ്. പഠിച്ചല്ലോ? അപ്പൊ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിളിൽ പഠിക്കാനുള്ള 5 ഫാക്ടറുകളിൽ 3 എണ്ണം സിമ്പിൾ ആയിട്ട് ഇവിടെ തീർന്നു. ബാക്കി 2 എണ്ണം ഉണ്ട്, പെട്ടെന്ന് നോക്കാം. എഫക്റ്റ് ഓഫ് പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ. ടെമ്പറേച്ചറിന്റെ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് ദെൻ ദി റേറ്റ് ഓഫ് എൻഡോതെർമിക് റിയാക്ഷൻ ഇൻക്രീസസ്. ഈ ഡയലോഗുകൾ വിട്ടേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് നിങ്ങൾ പഠിച്ചാൽ മതി. എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് പഠിച്ചോട്ടോ. കാറ്റലിസ്റ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം. നോ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം. കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിൽ ഒരു എഫക്റ്റും ഇല്ല. നോ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഒരു എഫക്റ്റും ഇല്ല. പിന്നെന്തിനാ സാറേ അത് ഇവിടെ പറഞ്ഞ്? ഒരു രസമുണ്ട്. എന്താ അറിയോ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ഒരു കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്നവരാണല്ലോ കാറ്റലിസ്റ്റ്. ഇവിടെ 2 ടൈപ്പ് റിയാക്ഷൻ ഉണ്ട്. ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. കാറ്റലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫോർവേഡിന്റെ സ്പീഡാണോ ബാക്ക്വേർഡിന്റെ സ്പീഡാണോ കൂടുക എന്നറിയോ നിങ്ങൾക്ക്? ഫോർവേഡിന്റെ സ്പീഡും കൂടും, ബാക്ക്വേർഡിന്റെ സ്പീഡും കൂടും. അപ്പൊ ആരാ ഇക്വിലിബ്രിയം? ഫോർവേഡ് നടക്കുന്ന അതേ സ്പീഡിൽ ബാക്ക്വേർഡ് നടക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം എന്ന സംസാരം തുടങ്ങിയിട്ടാണ് മൂസിൻ ഇന്ന് ക്ലാസ് എടുത്ത് തുടങ്ങിയത്. ശരിയല്ലേടാ? അപ്പൊ ഒരേ സ്പീഡിൽ ഫോർവേഡ് അതേ സ്പീഡിൽ ബാക്ക്വേർഡ് നടക്കുമ്പോഴാണ് അതെന്താകുന്നത്? പറ, ഇക്വിലിബ്രിയം ആകുന്നത്. ശരിയല്ലേ? എങ്കിൽ ദാ കാറ്റലിസ്റ്റ് ഇട്ട എന്താ സംഭവിക്കുക അറിയോ? റിയാക്റ്റന്റ് ഏതാ? ഫോർവേഡ് റിയാക്ഷന്റെ സ്പീഡും കൂടും, ബാക്ക്വേർഡ് റിയാക്ഷന്റെ സ്പീഡും കൂടും. അപ്പോഴും അവർ ഈക്വൽ ആയിരിക്കും. നേരത്തെ ഫോർവേഡിന്റെ വാല്യൂ 5, ബാക്ക്വേർഡിന്റെ വാല്യൂ 5, ഇക്വിലിബ്രിയ. ഇപ്പൊ കാറ്റലിസ്റ്റ് ഇട്ടപ്പോ ഫോർവേഡിന്റെ വാല്യൂ 100 ആയി, ബാക്ക്വേർഡിന്റെ വാല്യൂ 100 ആയി. രണ്ടിന്റെ സ്പീഡ് കൂടി, പക്ഷെ അപ്പോഴും ഇവര് സെയിം ആണല്ലോ. അപ്പോൾ ഇക്വിലിബ്രിയ. ഇക്വിലിബ്രിയത്തിൽ ഒരു മാറ്റവും ഇല്ല. നോ എഫക്റ്റ് ഓൺ ഇക്വിലിബ്രിയം, ബട്ട് ഇറ്റ് ഇൻക്രീസസ് ദി റേറ്റ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ. എഴുതി വെച്ചോളനെ. ബട്ട് ഇറ്റ് ഇൻക്രീസസ്. ഇത് കൂട്ടുന്നു. ആരുടെ? ഫോർവേഡിന്റെയും ബാക്ക്വേർഡിന്റെയും സ്പീഡ് ഇത് ഒരുമിച്ച് കൂട്ടുന്നു. ഇറ്റ് ഇൻക്രീസസ് ദി സ്പീഡ് ഓഫ് ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്നുകൂടി അവിടെ നിന്ന് എഴുതി വെച്ചേക്ക്.
എഫക്റ്റ് ഓഫ് ഇനേർട്ട് ഗ്യാസ് അഡീഷൻ. ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോബിൾ ഗ്യാസ് ആണ് കേട്ടോ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും ഒരു ഗ്യാസ്, അതാണ് ഇനേർട്ട് ഗ്യാസ്. ഹീലിയം ആവാം, നിയോൺ ആവാം, ആർഗൺ ആവാം, എന്ത് ആഡ് ചെയ്താലും ഇതാ കേട്ടോ, 2 രൂപത്തിൽ ആഡ് ചെയ്യാം. ഒന്ന് കോൺസ്റ്റന്റ് വോളിയത്തിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്യാം. കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്യുന്നത് നിന്നോട് പരീക്ഷയ്ക്ക് ചോദിക്കില്ല. വോളിയത്തിൽ ആഡ് ചെയ്യുന്നതാണ് ചോദിക്കുക. അത് തന്നെ വളരെ സിമ്പിൾ ആണ്. നോ ചേഞ്ച് ടു ദി ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിന് ഒരു ചേഞ്ചും ഇല്ല. പഠിച്ചോ? അപ്പൊ പഠിച്ചു വെച്ചോളനെ. നേരത്തെ നമ്മൾ പറഞ്ഞ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റിന് ഇക്വിലിബ്രിയത്തിൽ ഒരു ചേഞ്ചും ഇല്ലാത്തതുപോലെ എഫക്റ്റ് ഓഫ് അഡീഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അങ്ങനെ തന്നെ പറയണം. അറ്റ് കോൺസ്റ്റന്റ് വോളിയം ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിൽ ഒരു ചേഞ്ചുമേ ഇല്ല. എന്നുകൂടി ഓർത്തു വെച്ചാൽ 5 ഫാക്ടറുകളും കംപ്ലീറ്റ് ആയി. ലെ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ഒരു ഏരിയയാണ് അയോണിക് ഇക്വിലിബ്രിയം. റെഡി? എന്താണ് അയോണിക് ഇക്വിലിബ്രിയത്തിൽ പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം പഠിക്കാനുള്ളതാ ആസിഡ്, ബേസ്, സോൾട്ട്. ഇതാണ്. അപ്പൊ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആസിഡ് ആണോ ബേസ് ആണോ എന്നൊക്കെ അറിയാൻ നമുക്ക് 3 കോൺസെപ്റ്റുകളുണ്ട്. ഒന്നാമന്റെ പേരാണ് അറീനിയസ് കോൺസെപ്റ്റ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് പഠിച്ചോ. അറീനിയസ് കോൺസെപ്റ്റ്. 2 ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. ചിലർ ബ്രോൺസ്റ്റഡ് ലൗറി എന്ന് തിരിച്ചു പറയും, ഒക്കെ ഒന്ന് തന്നെ. ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ്. 3 ലൂയിസ് കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റുകൾ പ്രകാരം ആരാണ് ആസിഡ്, ആരാണ് ബേസ് എന്നതാണ് ഇനി നമ്മുടെ ചർച്ച. ശരിക്കും കേട്ടോട്ടോ മോനെ. അറീനിയസിന്റെ കോൺസെപ്റ്റ് ആണ് ആദ്യത്തെ ചർച്ച. അറീനിയസ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ H+ ആൻഡ് OH- എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. H+ഉം OH- കേട്ടോളനെ. H+ഉം OH-. ആരാണ് അറീനിയസിന്റെ കോൺസെപ്റ്റ് പ്രകാരം ആസിഡ് എന്നറിയോ? H+ ഡോണർ. H+നെ കൊടുക്കുന്നവനാണ് ആസിഡ്. പഠിച്ചോ? ആരാണ് അറീനിയസിന്റെ കോൺസെപ്റ്റ് പ്രകാരം ബേസ് എന്നറിയോ? OH- ഡോണർ. OH- കൊടുക്കുന്നവനാണ് ഡോണർ, കൊടുക്കുന്നവനാണ് ബേസ്. പഠിച്ചല്ലോ? അപ്പൊ H+നെ കൊടുക്കുന്നവൻ ആസിഡ് ആണ്, OH- കൊടുക്കുന്നവൻ ബേസ് ആണ്. അറീനിയസിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ആസിഡ് H+ ഡോണർ, ബേസ് OH- ഡോണർ. സിമ്പിളാ. അപ്പൊ ആരാടാ അറീനിയസിന്റെ കോൺസെപ്റ്റ് പ്രകാരം ആസിഡിന് എക്സാമ്പിൾ? H ഉള്ള കുറെ ആസിഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. HCl ഉണ്ട്, H2SO4 ഉണ്ട്, HNO3 ഉണ്ട്. ഈ കാണുന്ന എല്ലാവരും അറീനിയസ് പറയുന്ന ആസിഡിന് എക്സാമ്പിളാണ്. ബേസ് OH- ഡോണർ ആണ്. OH ഉള്ള കുറെ ആളുകൾ ഉണ്ടല്ലോ. NaOH ഉണ്ട്, MgOH ട്വൈസ് ഉണ്ട്, AlOH ത്രൈസ് ഉണ്ട്. ഈ കാണുന്നവരെല്ലാം എന്തിന് എക്സാമ്പിളാ? പറ. ബേസിന് എക്സാമ്പിൾ ആണ്. പഠിച്ചല്ലോ? അപ്പൊ അറീനിയസിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അറീനിയസ് എന്ന് കേൾക്കുമ്പോഴേക്ക് H+ OH- എന്നാണ് മനസ്സിലേക്ക് വരേണ്ടത്. H+നെ കൊടുക്കുന്നവൻ ആസിഡ്, OH- കൊടുക്കുന്നവൻ ബേസ്. പഠിച്ചല്ലോ? ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് ഓർ ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. എടാ, ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റ് പറയുമ്പോൾ H+ എന്ന് മാത്രം മനസ്സിലേക്ക് വന്നാൽ മതി, OH- എന്ന് വരണ്ട. പഠിച്ചോ? അറീനിയസ് ആണെങ്കിൽ H+ഉം വേണം, OH- വേണം. ലൗറി ബ്രോൺസ്റ്റഡ് ആവുമ്പോൾ H+ മതി, OH- ഒന്നും കേൾക്കണ്ട. OH- ടേമിൽ ഇവരെ സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ എന്താ പറഞ്ഞറിയോ? ആസിഡ് ആരാണ്? H+നെ ഡൊണേറ്റ് ചെയ്യുന്നവനാണ്. ആസിഡ് H+നെ ഡൊണേറ്റ് ചെയ്യുന്നവനാണ്. ബേസ് H+നെ അക്സെപ്റ്റ് ചെയ്യുന്നവനാണ്. ഇതാണ് അവർ പറഞ്ഞത്. H+ ഡോണർ ആസിഡ്, H+നെ അക്സെപ്റ്റ് ചെയ്തവൻ ബേസ്. പഠിച്ചല്ലോ? അല്ലാതെ OH- ഒരു കോൺസെപ്റ്റ് ലൗറി ബ്രോൺസ്റ്റഡ് കോൺസെപ്റ്റിൽ ഇല്ല. H+നെ കൊടുത്തതും H+നെ വാങ്ങിയതും ഇതേ ചർച്ചയുള്ളൂ. എടാ, ഇവിടെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ് കോൺസെപ്റ്റ് ഓഫ് കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പറയുന്നത് നിങ്ങൾ കേൾക്കുക. ടു ഫൈൻഡ് കോൺജുഗേറ്റ് ആസിഡ്. കോൺജുഗേറ്റ് ആസിഡിനെ കാണാൻ ഞാൻ ഈ പറയുന്ന പണിയെടുത്തോളനെ. ആഡ് H+. എന്താടാ പറ? ആഡ് H+. കോൺജുഗേറ്റ് ആസിഡിനെ കാണാൻ H+ ആഡ് ചെയ്യുക. എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് കേൾക്ക്. H+ കോൺജുഗേറ്റ് ആസിഡിനെ കാണാൻ H+ ആഡ് ചെയ്യുക. ടു ഫൈൻഡ് കോൺജുഗേറ്റ് ബേസ്. കോൺജുഗേറ്റ് ബേസിനെ കാണാൻ സബ്സ്ട്രാക്ട് H+. ആരടാ? സബ്സ്ട്രാക്ട് H+. മൈനസ് ചെയ്യുക. ഒരു ബോക്സിലാക്കി അടക്കം ചെയ്തെടുത്തു വെച്ചോ. കോൺജുഗേറ്റ് ആസിഡിനെ കാണാൻ H+ ആഡ് ചെയ്യുക. കോൺജുഗേറ്റ് ബേസിനെ കാണാൻ H+നെ സബ്സ്ട്രാക്ട് ചെയ്യുക.
അതുവഴി NCERT-യിൽ ഇങ്ങനെ ഒരു കൊടുത്തിട്ടുള്ള ഒരു ടേബിളൊക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്പീഷീസ് ഉണ്ട്, കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സ്പീഷീസ് ആരടാ? H2O. അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ നിങ്ങളിപ്പോൾ ആ ടേബിൾക്ക് നോക്കണ്ട, നമുക്ക് ഒരുമിച്ച് നോക്കാം. എടാ അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞു, കോൺജുഗേറ്റ് ആസിഡ് കാണാൻ ആഡ് H+ എന്നല്ലടാ പറഞ്ഞ, H+ ആഡ് ചെയ്യണം. H+ ആഡ് ചെയ്യും. ഇതിലേക്ക് ഒരു H ആഡ് ചെയ്യണം, പ്ലസും ആഡ് ചെയ്യണം. ഹലോ, H+ ആഡ് ചെയ്യുക കാരണം H ആഡ് ചെയ്യണം, പ്ലസും ആഡ് ചെയ്യണമല്ലോ. H ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് H3O എന്നായി. ശരിയല്ലേ? പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ്. കണ്ടല്ലോ? അപ്പൊ ന്യൂട്രലായിട്ട് കിടക്കുന്ന ഒരാളായിരുന്നു ഈ സ്പീഷീസ്. അതിലേക്ക് ഒരു പ്ലസ് കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തു. അപ്പൊ H3O+. കോൺജുഗേറ്റ് ബേസ് കാണാൻ ഞാൻ എന്താ പറഞ്ഞ? കോൺജുഗേറ്റ് ബേസ് കാണാൻ ടു ഫൈൻഡ് കോൺജുഗേറ്റ് ബേസ് സബ്സ്ട്രാക്ട് H+. ഒരു H പോണം, പ്ലസും പോണം. H പോയാലേ ഇനി ആകെ ഒരു H അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. 2 H ഉണ്ടായിരുന്നു, അതിലൊരു H പോയി, ബാക്കി ഒരു H ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ OH എന്ന് എഴുതി. HO എന്ന് എഴുതിയാൽ എന്താ കുഴപ്പം സാറേ? ഒന്നുമില്ലടാ, നമ്മൾ കേട്ട് ശീലിച്ച ഒരു ടേമിലേക്ക് മാറ്റി എഴുതുന്നു, അത്രേ ഉള്ളൂ. ഒരു പ്ലസ് പോകണം. സബ്സ്ട്രാക്ട് H+ എന്നാണല്ലോ പറഞ്ഞേ. ഒരു H പോണം, പ്ലസും പോണം. ഓർക്കണേ, സബ്സ്ട്രാക്ട് H+നെ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 സാധനം പോണ്ടേടാ. H പോണം, പ്ലസും പോണം. പോകാൻ ഇവിടെ പ്ലസ് ഉണ്ടോ എന്ന് നോക്കിയേ. പോകാൻ ഇവിടെ പ്ലസ് ഉണ്ടോ? ഇവിടെ പ്ലസ് ഇല്ലല്ലോ. പ്ലസ് വല്ലതും ഉണ്ടെങ്കിൽ എഴുതുന്ന സ്ഥലമാണടാ ഞാൻ ഈ തുടച്ചോണ്ടിരിക്കണേ. ഒന്നും ഇല്ലാത്തോണ്ടല്ലേ തുടക്കാൻ പറ്റണേ. അവിടെ പ്ലസ് ഇല്ല. പ്ലസ് പോകാനില്ലെങ്കിൽ നീ എന്ത് ചെയ്താൽ മതി? ഒരു മൈനസ് എക്സ്ട്രാ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ആരാണ് കോൺജുഗേറ്റ് ബേസ്? H പോണം, പ്ലസും പോണം. പോകാൻ പ്ലസ് ഇല്ലെങ്കിൽ ഒരു മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നാ രണ്ടാമത്തെ സ്പീഷീസ് നോക്കിക്കോടാ. ഇത് അവസാനത്തവനെ നമുക്ക് ഇവിടെ എഴുതാം, NH3. അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. NH3 കോൺജുഗേറ്റ് ആസിഡ് കാണാൻ H പ്ലസും ആഡ് ചെയ്യുക. H ആഡ് ചെയ്താൽ NH4+. ശരിയല്ലേ? കോൺജുഗേറ്റ് ബേസ് കാണാൻ H പ്ലസും മൈനസ് ചെയ്യുക. H പോയാൽ NH2, പ്ലസ് പോകാനില്ല, അപ്പൊ ഒരു മൈനസ് ഇട്ട് കൊടുക്കുക. ഇതല്ലടാ പറഞ്ഞത്. നെക്സ്റ്റ് HCO3- ആണ്. HCO3-. എടാ കോൺജുഗേറ്റ് ആസിഡ് കാണണം, അപ്പൊ എന്ത് ചെയ്യണം? H+ ആഡ് ചെയ്യണം. ഒരു H ആഡ് ചെയ്താൽ ഇത് എന്തായി? H2CO3 എന്നായി. ഒരു പ്ലസ് കൂടെ ആഡ് ചെയ്താലോ? ഓൾറെഡി നെഗറ്റീവ് ചാർജ് ഉള്ള ആള്, ഒരു പ്ലസ് കൂടെ വന്നാൽ 0 ആയി. ശരിയല്ലേ? ന്യൂട്രൽ ആയി പോയി, അതിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല. H2CO3 എന്ന് മാത്രമാകും. എന്നാൽ കോൺജുഗേറ്റ് ബേസോ? ഒരു H പോണം, പ്ലസും പോണം. H പോയാൽ ഇവിടുന്ന് ഒരു H ഇനി പോയാൽ CO3 എന്നല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. പ്ലസ് പോകണം. പോകാൻ ഇവിടെ പ്ലസ് ഇല്ല, അപ്പൊ ഒരു മൈനസ് ഏറെ ഇട്ട് കൊടുക്കണം. ശരിയല്ലേ? ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇനി ഒരു മൈനസ് കൂടെ ഇട്ട് കൊടുക്കണം, അപ്പൊ 2- ആയി. അതാണ് കളി. മനസ്സിലായല്ലോ? ഒരു H പോണം, പ്ലസും പോകണം. H പോകാൻ ഇവിടെ ഉണ്ട്, പ്ലസ് പോകാൻ ഇവിടെ ഇല്ല. അപ്പൊ ഓൾറെഡി ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്, അപ്പൊ അതിലേക്ക് ഒരു മൈനസ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ CO3 2-. മനസ്സിലായല്ലോ? അങ്ങനെ ഇയാളുടേത് നിങ്ങൾക്ക് നോക്കാം. HSO4- ഉണ്ട്, H2SO4 കോൺജുഗേറ്റ് ആസിഡ്, SO4 2- കോൺജുഗേറ്റ് ബേസ്. സിമ്പിളാ. ലൂയിസ് കോൺസെപ്റ്റ്. എടാ ലൂയിസിന്റെ കോൺസെപ്റ്റില് ഞാൻ ആദ്യം പറഞ്ഞു അറീനിയസിൽ H+, H- ആണ് ഓർമ്മ വേണ്ടത്. ലൗറി ബ്രോൺസ്റ്റഡ് ആകുമ്പോൾ H+ മാത്രം മനസ്സിൽ വന്നാൽ മതി. ലൂയിസ് ആകുമ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്നാണ് മനസ്സിൽ വരേണ്ടത്. ഇവരെ വെച്ചാണ് ബാക്കി പരിപാടി. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ലൂയിസിന്റെ കോൺസെപ്റ്റിൽ ആരാണ് ലൂയിസ് ആസിഡ് എന്നറിയോ? അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണ്. ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കുന്നവൻ. ആസിഡ് അക്സെപ്റ്റർ എന്ന് ഓർത്താൽ മതി. ലൂയിസിന്റെ കോൺസെപ്റ്റിലാണ് ACAC, ആസിഡ് അക്സെപ്റ്റർ എന്ന് ഓർത്താൽ മതി. ഇലക്ട്രോൺ പെയറിനെ സ്വീകരിക്കുന്നവൻ. അല്ല സാറേ, നേരത്തെ ഉണ്ടായിരുന്നല്ലോ ഒരു അക്സെപ്റ്ററും ഡോണറും, അവിടെ കൺഫ്യൂഷൻ ആവില്ലേ? എടാ അത് H+ന്റെ കേസാ. H+ന്റെ കേസിൽ നമുക്ക് അറിയാവുന്നവനാണ്. H+നെ കൊടുക്കുന്നവനൊക്കെ ആസിഡ് ആണ്, നമുക്ക് അറിയാലോ. ഇലക്ട്രോൺ പെയറിന്റെ കേസ് ഇപ്പൊ പുതിയൊരു സംഭവമാണല്ലോ, +1-ലാണല്ലോ അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അവിടെ മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാകാവൂ. ഇലക്ട്രോൺ പെയറിന്റെ കേസിലേ നമുക്ക് കൺഫ്യൂഷൻ ഉള്ളൂ. H+ കൊടുക്കുന്നവൻ ആസിഡ് ആണെന്ന് ആർക്കും അറിയാത്തത്? ജനിച്ച അന്ന് കേട്ടതല്ലേടാ H+നെ കൊടുക്കുന്നവൻ ആസിഡ് ആണ് എന്നുള്ള ബാലപാഠം. ഇവിടെ ഇലക്ട്രോൺ പെയർ അല്ലേടാ പുതിയ അറിവ്. അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ആസിഡ് അക്സെപ്റ്റർ എന്ന് ഓർത്തു വെക്കുക. പഠിച്ചല്ലോ? ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നവനാണ് ലൂയിസ് ബേസ്. ഇലക്ട്രോൺ പെയറിനെ കൊടുക്കുന്നവനാണ് ലൂയിസ് ബേസ്. അതിന് എക്സാമ്പിൾ പിടിച്ചോ. ലൂയിസ് ബേസിന് എക്സാമ്പിൾ ഇലക്ട്രോൺ പെയറിനെ കൊടുക്കാൻ കഴിവുള്ളവൻ നമുക്കറിയാവുന്നവനാണ് NH3 അമോണിയ, H2O വെള്ളം, സബ്സെ ബഡെ ശുദ്ധപാനി എക്സെട്ര. ഇവരെല്ലാവരും എന്താണ് പറ? ലൂയിസ് ബേസുകളാണ്. എന്താ കാര്യം? അമോണിയയുടെ മുകളിൽ ഒരു ലോൺ പെയർ ഉണ്ട്. ഓക്സിജനിൽ H2Oയിൽ ഓക്സിജനിൽ 2 ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയറുകളൊക്കെ ഇലക്ട്രോൺ പെയറുകളാണ്. അവരൊക്കെ എവിടെ വേണേലും കൊണ്ടുപോയി കൊടുക്കാം. അപ്പൊ അവരെല്ലാവരും ലൂയിസ് ബേസുകളാണ്. ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്.
നമ്മൾ കെമിക്കൽ ബോണ്ടിങ് എന്ന ചാപ്റ്ററിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ് ആയിട്ട് കുറച്ച് ആളുകളെ പഠിച്ചില്ലടാ. അവരെല്ലാവരും ലൂയിസ് ബേസുകളാണ്. ഫോർ എക്സാമ്പിൾ കേട്ടോട്ടാ, BF3 ഉണ്ട്, AlCl3 ഉണ്ട്, പിന്നെയുണ്ട് വേറെയും കുറേ ആളുകൾ. ആരാ അറിയോ? FeCl3 ഉണ്ട്, പിന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് എക്സെട്ര. എഴുതി വെച്ചോളനെ, BF3, AlCl3, FeCl3 എക്സെട്ര. ഓർത്ത് വെച്ചോളനെ, പരീക്ഷയ്ക്ക് ചോദിക്കൂട്ടോ പൊന്നുമോനെ, അപ്പോൾ ഓർമ്മയിൽ വേണം. അയോണൈസേഷൻ കോൺസ്റ്റന്റ് ഓർ അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. സിമ്പിളാ, ഇപ്പൊ തീരും. എല്ലാവരും ഒരു 100 വരെ മനസ്സിൽ എങ്ങനെ എണ്ണ, 1 2 3 4 5 6 എണ്ണണ സമയം കൊണ്ട് ഞാനിത് പറഞ്ഞു തരും കേട്ടോട്ടാ. നിങ്ങൾ എണ്ണുന്നതിലേക്ക് ശ്രദ്ധിക്കല്ലേ. H2O എന്ന് പറയുന്ന ആളിൽ 2 അയോണുകൾ ഉണ്ട്. ആരാണ് അറിയോ? H+ ഉണ്ട്, OH- ഉണ്ട്. ഇയാളുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഞാൻ എടുക്കുകയാണ്. H2O ലിക്വിഡ് ആണ്, H+ അക്വസ് ആണ്. അയോണുകളുടെ ഫിസിക്കൽ സ്റ്റേറ്റിനെ നമ്മൾ അക്വസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അയോണുകൾ, ചാർജ് ഉള്ള ആൾക്കാർ, Na+Cl- അതൊക്കെ അക്വസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യും. പറ ആരാ? പ്രൊഡക്റ്റിന്റെ സൈഡിലേക്ക് നോക്ക്. പ്രൊഡക്റ്റിന്റെ സൈഡിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഉണ്ട്, പറ കോൺസെൻട്രേഷൻ ഓഫ് OH- ഉണ്ട്. ശരിയല്ലേടാ? H+ഉം OH- ഉണ്ട്. ഡിവൈഡഡ് ബൈ റിയാക്റ്റൻ സൈഡിലേക്ക് നോക്ക്. നോക്കരുത്. എന്താ കാര്യം? അവിടെ ലിക്വിഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതാ, സോളിഡിനെയും ലിക്വിഡിനെയും നോക്കാൻ പാടില്ല, ഗ്യാസിനെയും അക്വസിനെയും നോക്കാം. ആ നോട്ടത്തിന്റെ പരിണിത ഫലമായി K = കോൺസെൻട്രേഷൻ ഓഫ് H+ കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് കിട്ടിയില്ലേ? ഇതിനെ വിളിക്കുന്ന പേരാണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. അപ്പൊ ഇത് വെള്ളത്തിന്റെ ഡിസോസിയേഷൻ ആയതുകൊണ്ട് KW എന്ന് ഞങ്ങൾ പേര് വിളിക്കാറുണ്ട്. ഇനി അറ്റ് റൂം ടെമ്പറേച്ചറിൽ ഒരു വിശേഷം ഉണ്ട്. കോൺസെൻട്രേഷൻ ഓഫ് H+ന്റെ വാല്യൂ 10⁻⁻7 ആണ്. കോൺസെൻട്രേഷൻ ഓഫ് OH- വാല്യൂവും 10⁻⁻7 ആണ്. റൂം ടെമ്പറേച്ചറിൽ കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് OH- 10⁻⁻7 ആണ്. അതുകൊണ്ട് തന്നെ ആ വാല്യൂ എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ KW = 10⁻⁻7 × 10⁻⁻7 ദാറ്റ് ഈസ് ഈക്വൽ ടു KW = 10⁻⁻14 എന്ന് എനിക്ക് ആൻസർ വരും. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ H+ന്റെ കോൺസെൻട്രേഷനും OH- കോൺസെൻട്രേഷനും എത്രയാണ് എന്നത് ഫിക്സ്ഡ് ആണ്. ആ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ KW = 10⁻⁻14. ഡീലാണല്ലോ. അത് കഴിഞ്ഞു. അയണൈസേഷൻ കോൺസ്റ്റന്റിന്റെ പരിപാടി കഴിഞ്ഞു. പരീക്ഷയ്ക്ക് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ എന്നോ അയണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്നോ ഒരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും പരീക്ഷയുടെ ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഒന്നും നോക്കണ്ട, ഈ കാണുന്ന നേരം കണ്ട് ചാമ്പുക, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടു പോവാം. പഠിച്ചല്ലോ. എന്താ pH സ്കെയിൽ? നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണ് pH സ്കെയിൽ. എടാ pH 7 ആണെങ്കിൽ, pHന്റെ വാല്യൂ 7 ആണെങ്കിൽ നമ്മൾ അതിനെ ന്യൂട്രൽ എന്നല്ലടാ പേര് വിളിക്കുക. 7ന്റെ താഴെയാണെങ്കിൽ ആസിഡ് എന്ന് പേര് വിളിക്കും, മുകളിലാണെങ്കിൽ ബേസ് എന്ന് പേര് വിളിക്കും. pHന്റെ മിനിമം വാല്യൂ 0 ആണ്, മാക്സിമം വാല്യൂ 14 ആണ്. pH 0 to 14 ആണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഒന്ന് കേൾക്കുക. പ്രൊപ്പോസ്ഡ് ബൈ സൊറൻസൺ. പഠിച്ചോ? pH വാല്യൂ കണ്ടെത്തിയ ആള്. ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് ഇൻ ബിറ്റ്വീൻ 0 to 14, 0 മുതൽ 14 വരെ ആവാം. pHന്റെ ഡെഫിനിഷൻ ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഒരു വർഷം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് pH അല്ലെങ്കിൽ ഡിഫൈൻ pH എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, നിങ്ങൾ അതിന്റെ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷനെ നേരെ ഡെഫിനിഷനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഡിഫൈൻഡ് ആസ് ദി നെഗറ്റീവ് ലോഗരിതം. നെഗറ്റീവ് ലോഗരിതം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. pH = നെഗറ്റീവ് ലോഗരിതം എന്ന് പറഞ്ഞാൽ -log ഓഫ് ദി ഹൈഡ്രജൻ അയോൺ ഓർ ഹൈഡ്രോണിയം അയോൺ. രണ്ടും ഒന്ന് തന്നെ. ഹൈഡ്രജൻ അയോൺ എന്ന് പറഞ്ഞാൽ H+, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹൈഡ്രോണിയം അയോൺ. കോൺസെൻട്രേഷൻ, ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻ മോൾസ് പെർ ലിറ്റർ. കോൺസെൻട്രേഷൻ പറയാൻ പല ടേമുകൾ ഉണ്ടല്ലോ, അതായത് മോൾസ് പെർ ലിറ്ററിൽ അഥവാ മൊളാരിറ്റിയിൽ പറയണം. അതങ്ങനെ ക്വസ്റ്റ്യനിൽ തരുള്ളൂ, അതിലൊന്നും ബേജാറാവണ്ട. കഴിഞ്ഞു. അപ്പൊ pH എന്താന്ന് ചോദിച്ചാലുള്ള ഡെഫിനിഷനും pH കാണാനുള്ള ഇക്വേഷൻ എന്താന്ന് ചോദിച്ചാലുള്ള ഇക്വേഷനും ഒക്കെ ഒന്ന് തന്നെ. pH = -log concentration of H+. പറ pH = -log concentration of H+. ഇക്വേഷൻ കഴിഞ്ഞു. അപ്പൊ പിന്നെ ഡെഫിനിഷൻ ആണെങ്കിലോ pH is defined as negative logarithm of concentration of hydronium ion എന്നൊക്കെ പറഞ്ഞ സെയിം സാധനം തന്നെയാടാ, സെയിം സാധനം. അത് അതിന്റെ ഡെഫിനിഷനായി. ഇനി മറക്കൂലല്ലോ. ഇത് അടുത്ത് നോക്കിക്കോ. റിലേഷൻ ബിറ്റ്വീൻ pH ആൻഡ് pOH. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി സിമ്പിൾ. pHും pOHും തമ്മിലുള്ള റിലേഷൻ pH + pOH = 14. കഴിഞ്ഞു. pH = pOH = 14. ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു pOHന്റെ വാല്യൂ 10.8 ആണ്. അങ്ങനെയാണെങ്കിൽ pH എത്രയാണ് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലടാ, pH എന്ന് പറയുന്നത് 14 - pOH അങ്ങോട്ട് ചെയ്താൽ മതി. ശരിയല്ലേ? pHും pOHും തമ്മിൽ കൂട്ടിയാൽ 14 ആണെങ്കിൽ
ഒരാളെ കാണാൻ മറ്റേ ആൾ 14 മൈനസ് ചെയ്താൽ മതി. 14 മൈനസ് 10.8. 14 10 പോയാൽ 4. 4 നിന്ന് വീണ്ടും 0.8 പോയാൽ 3.2. കുറക്കുന്നിടത്ത് തെറ്റരുതേ, പി എച്ചിന്റെ വാല്യൂ 3.2 എന്ന് വരും. അപ്പൊ പി എച്ചും പി ഒ എച്ച് തമ്മിൽ കൂട്ടിയാൽ 14 എന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ പി എച്ച് ആൻഡ് പി ഒ എച്ച്. ഓർത്ത് വെച്ചോ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഡിഫൈൻ പി എച്ച്. പി എച്ച് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടെ പറയുന്നു. pH is defined as the negative logarithm of concentration of hydronium ions. പരിപാടി തീർന്നില്ലേ? The concentration of H plus ions. Concentration of H plus ions എവിടെ? Concentration of H plus ions ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3 × 10⁻12 ആണ്. In a soft drink. ഏതോ ഒരു സോഫ്റ്റ് ഡ്രിങ്കിൽ, പെപ്സിയോ 7-Up calculate its pH. അതിന്റെ pH കാൽക്കുലേറ്റ് ചെയ്യുക. ഐഡന്റിഫൈ വെദർ ദി സൊല്യൂഷൻ ഈസ് ആസിഡിക് ഓർ ബേസിക്. ഞാൻ കാണിച്ചു തരാം. എടാ pH കാണാനുള്ള ഇക്വേഷൻ -log കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ആണ്. പൊന്നുമക്കളെ കാൽക്കുലേറ്റർ എടുക്കുക, എന്നിട്ട് അതിൽ മൈനസ് ഞെക്കുക. ലോഗ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്, അത് ഞെക്കുക. ആ കാണുന്ന വാല്യൂ 3 × 10⁻12 എന്നിങ്ങോട്ട് ടൈപ്പ് ചെയ്യുക. ഈക്വൽ ടു ആണ് ഞെക്കുക. കാണുന്നത് എന്താണോ അത് എടുത്തിട്ട് എഴുതുക. പരിപാടി കഴിഞ്ഞു. നീയാണോ പണിയെടുത്തേ? നീ അല്ല പണിയെടുത്തേ. പിന്നെ ആരാ പണിയെടുത്തേ? കാൽക്കുലേറ്റർ എന്ന ശാപം. അല്ലാതെ എന്താ പറയുക, ഞാൻ എന്നെ പഠിപ്പിച്ചു തുടങ്ങിയ നോക്കിയ കാൽക്കുലേറ്റർ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ നിന്ന് കണക്ക് മരിക്കില്ലേ, മാത്സ് മരിക്കും. എന്നിട്ട് ഈ മക്കൾ എൻട്രൻസിലേക്ക് വരുമ്പോൾ തലകുത്തി നിൽക്കും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കാൽക്കുലേറ്റർ ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കണേ പൊന്നുമോനെ. പിന്നെ ഇപ്പം ഞാനിത് വൺ ഷോട്ടല്ലേ എടുക്കണേ. എനിക്കിതിൽ കാൽക്കുലേറ്റർ ഒഴിവാക്കിയിട്ട് എങ്ങനെ പി എച്ചിൻ്റെ വാല്യൂ കാണാനുള്ളതൊക്കെ നീട്ടി വലിച്ചു പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് പരീക്ഷയ്ക്ക് അല്ലെങ്കിലും നിങ്ങൾ കാൽക്കുലേറ്റർ ആണല്ലോ ഉപയോഗിക്കേണ്ടത്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പഠനത്തിൽ കാൽക്കുലേറ്റർ മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ലോഗിനെ അറിയില്ലേ? അറിയില്ലെങ്കിൽ കാൽക്കുലേറ്റർ ഞെക്കുക, -log ഞെക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ. 3 × 10⁻12 എന്ന് വെറുതെ ടൈപ്പ് ചെയ്താൽ പോരാ. ആ വാല്യൂവിനെ ഒരു ബ്രാക്കറ്റിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ കിട്ടുന്ന ആൻസർ തെറ്റിപ്പോവും, ഉറപ്പ്. അപ്പം നിനക്കൊരു വാല്യൂ കിട്ടും, എന്തോ കിട്ടും നിനക്ക്. ആ കിട്ടിയ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. വിൽ ബി പറ ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ഓർത്ത് വെച്ചോളനെ. ആ കിട്ടിയ വാല്യൂ ഓർത്തു വെക്കാനൊന്നുമില്ല. ആ കിട്ടിയ വാല്യൂ നിനക്ക് നോക്കിയാൽ മനസ്സിലാകും. pH ഗ്രേറ്റർ ദാൻ 7 ആയിരിക്കും. ധാരടാ pH ഗ്രേറ്റർ ദാൻ 7. ഗ്രേറ്റർ ദാൻ 7 വന്നാൽ പറ 7 വലുത് വന്നാൽ അസിഡിക് ആയിരിക്കുമോ ബേസിക് ആയിരിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ദി സൊല്യൂഷൻ വിൽ ബി ബേസിക്. സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. പഠിച്ചില്ല പൊന്നുമോനെ? അടുത്ത നോക്കിക്കോ. ഹൈഡ്രോളിസിസ് ഓഫ് സാൾട്ട് ആൻഡ് ദി pH ഓഫ് ദെയർ സൊല്യൂഷൻ. എടാ സാൾട്ട് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡുകളുടെ ലിസ്റ്റും സ്ട്രോങ് ആയിട്ടുള്ള ബേസുകളുടെ ലിസ്റ്റൊക്കെ ഒന്ന് പഠിക്കണം. അപ്പം എല്ലാവരും എൻ്റെ കൂടെ വീഡിയോ പോസ് ചെയ്യാൻ നിൽക്കണ്ട, പെട്ടെന്ന് എഴുതിയിട്ട് പോയിക്കോ. ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ എഴുതിയിട്ട് പോയിക്കോ. സ്ട്രോങ് ആസിഡുകളുടെ ലിസ്റ്റാണ് HCl, HI, HNO3, നൈട്രിക് ആസിഡ്, H2SO4, സൾഫ്യൂരിക് ആസിഡ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രമേ ഞാൻ തരുന്നുള്ളൂ, എക്സെട്ര. വീക്ക് ആസിഡുകളുണ്ട്, വീക്ക് ആസിഡുകളുണ്ട്. അതിന് എക്സാമ്പിളാണ് HCN, ഹൈഡ്രോസയനിക് ആസിഡ്, HF, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, H3PO4, നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ് വീക്കാ. പിന്നെ പ്രധാനപ്പെട്ട ഒരു വീക്ക് ആസിഡാണ് ഓർഗാനിക് ആസിഡ്സ്. ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പെട്ടു? നമ്മുടെ ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ബെൻസോയിക് ആസിഡ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെട്ടു. ഞാനിവിടെ എഴുതുന്നുണ്ട് ഫോമിക് ആസിഡ്, അങ്ങനെ എഴുതിയാൽ മതി. ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡിന്റെ മാത്രം ഫോർമുല ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ അത് വരുന്നത് കൊണ്ട് CH3COOH. ഈ COOH എന്ന് പറയുന്നത് ഒരു ആസിഡ് ആണല്ലോ. ആ ആസിഡ് ഗ്രൂപ്പ് വരുന്നവരെല്ലാം വീക്ക് ആസിഡുകളാണ്. അതുപോലെ ബെൻസോയിക് ആസിഡ്, ബെൻസീൻ റിംഗിൽ ഒരു COOH, ബെൻസോയിക് ആസിഡ് ഒക്കെ വീക്ക് ആസിഡ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചോളണേ. സ്ട്രോങ് ആസിഡ് പഠിച്ചു, വീക്ക് ആസിഡ് പഠിച്ചു. ഇനി ഞാൻ പഠിപ്പിക്കുന്നത് സ്ട്രോങ് ബേസുകളാണ്. സ്ട്രോങ് ബേസ് ഓർക്കണേ. സ്ട്രോങ് ബേസ് സിമ്പിൾ ആണ്. ഹൈഡ്രോക്സൈഡ്സ് ഓഫ് എഴുതിക്കോ. ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 1 and 2 elements. ഗ്രൂപ്പ് 1 and ഗ്രൂപ്പ് 2 elements. ഹൈഡ്രോക്സൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 1 and ഗ്രൂപ്പ് 2 elements. കണ്ടോളണേ. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് MgOH ട്വൈസ്. കണ്ടോ? ഇത് ഗ്രൂപ്പ് 1 ഇത് ഗ്രൂപ്പ് 2 അവരുടെ ഒക്കെ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ OH ഉള്ളവൻ, അവരെല്ലാവരും സ്ട്രോങ് ആയിട്ടുള്ള ആൽക്കലിയാണ്, അഥവാ സ്ട്രോങ് ബേസസ് ആണ്. ഇവിടെ ഞാൻ പറയുന്നുണ്ട് വീക്ക് ബേസസ്. ഓർത്ത് വെച്ചോളണേ. വീക്ക് ബേസസ്
ഒന്ന് ഹൃദയത്തിൽ ഉണ്ടായിക്കോട്ടെ. വീക്ക് ബേസിൽ പ്രധാനിയാണ് NH4OH, അമോണിയം ഹൈഡ്രോക്സൈഡ്. ഈ കാര്യം മനസ്സിലുണ്ടെങ്കിലേ ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ടും അതിൻ്റെ pH ഓഫ് ദെയർ സൊല്യൂഷനൊക്കെ കാണാൻ പറ്റുള്ളൂ. NH4OH കേട്ടോട്ടാ. വേറൊരാളാണ് CuOH ട്വൈസ്, കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡ്. FeOH ത്രൈസ്, അയണിന്റെ ഹൈഡ്രോക്സൈഡ്. പിന്നെ സിങ്ക് OH ട്വൈസ്, സിങ്കിന്റെ ഹൈഡ്രോക്സൈഡ് എക്സെട്ര. ഈ കാണുന്നവരെല്ലാം വീക്ക് ബേസുകളാണ്. ഈ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിക്കോട്ടെ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഹൈഡ്രോളിസിസ് പഠിപ്പിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതാ കേട്ടോട്ടോ. NaClനെ ഞാൻ ഹൈഡ്രോളൈസ് ചെയ്യാൻ പോവാണ്. NaClനെ ഞാൻ ഹൈഡ്രോളൈസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഹൈഡ്രോളിസിസ് നടത്താറുള്ള വാട്ടർ ആഡ് ചെയ്യുക എന്നാണ്. സിമ്പിൾ ആണ്. ആദ്യത്തെ ആളില്ലടാ, അവസാനത്തെ ആൾ ആദ്യം പറയാ. അവസാനത്തെ ആളാരാ? Cl അല്ലേ. അതിന്റെ കൂടെ H ചേർത്ത് പറയാ. എടാ H ഉണ്ട് OH ഉണ്ട്. വാട്ടർ എന്ന് പറഞ്ഞാൽ H OH ആണല്ലോ. ആദ്യത്തെ ആളുടെ കൂടെ H ഉം രണ്ടാമത്തെ ആളുടെ കൂടെ OH ചേർത്ത് പറയാം. അപ്പൊ സിമ്പിളാ. അപ്പൊ എന്തിൽ നിന്നെല്ലാമാണ് ഈ NaCl എന്ന് പറയുന്ന ആൾ ഉണ്ടായത്? അയാളുടെ പാരന്റൽ ആസിഡും ബേസും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ Clന്റെ കൂടെ H ചേർത്താൽ HCl എന്നല്ലടാ കിട്ടുക. Na കൂടെ OH ചേർത്താൽ NaOH എന്നല്ലടാ കിട്ടുക. പഠിച്ചോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, HCl NaCl OH കിട്ടി. HCl സ്ട്രോങ് ആണോ വീക്ക് ആണോ? സ്ട്രോങ് ആസിഡ്. NaOH സ്ട്രോങ് ബേസ്. നേരത്തെ പഠിപ്പിച്ചല്ലേ? HCl സ്ട്രോങ് ആസിഡിലുള്ള ആളാ. NaOH എവിടെ? NaOH അവിടെ സ്ട്രോങ് ബേസ്. ഇതാ NaOH സ്ട്രോങ് ബേസിലുള്ള ആളാ. ശരിയല്ലേ? അപ്പൊ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ അതിന്റെ അക്വസ് സൊല്യൂഷൻ ന്യൂട്രൽ ആയിരിക്കും. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കലക്കിയാലുള്ള അവസ്ഥ. വെള്ളത്തിൽ കലക്കിയുള്ള അവസ്ഥയെ കുറിച്ചാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. H2O വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ കിട്ടുന്ന മിക്സ്ചർ ന്യൂട്രൽ ആയിരിക്കും. കാര്യം രണ്ടുപേരും സ്ട്രോങ് ആ. അപ്പൊ അത് തമ്മിൽ അങ്ങോട്ട് ന്യൂട്രലൈസ് ചെയ്യും. അത് ന്യൂട്രൽ സൊല്യൂഷൻ ആണ്, അക്വസ് സൊല്യൂഷൻ ആണ് കിട്ടുക. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിക്കോട്ടോ. അടുത്ത് ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളണേ. NH4Cl ആണ്. NH4Cl വെള്ളം ഒഴിക്കുകയാണേ. വെള്ളത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് H ഉണ്ട് OH ഉണ്ട്. എടാ ഈ റിയാക്ഷൻ നടക്കുവോ നടക്കൂലേ എന്നുള്ളത് അല്ലട്ടോ നമ്മൾ പറയണേ. ഇതൊരു റിയാക്ഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട. അതിലുള്ള ആസിഡ് ആരാണ്, ബേസ് ആരാണ്, അത് ഏതെല്ലാം ആസിഡിൽ നിന്നും ബേസിൽ നിന്നും ഉണ്ടായതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ട്രിക്കായിട്ട് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ NaClലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് HCl NaOH ആയിട്ട് മാറും എന്ന് ഈ റിയാക്ഷൻ ഇങ്ങനെ എഴുതിയതിന് അർത്ഥമില്ല. പിന്നെ HClഉം NaOHഉം തമ്മിൽ കൂടിച്ചേർന്നാണ് NaCl ഉണ്ടായിരുന്നത്. അതിന്റെ പാരന്റിനെ കണ്ടെത്താൻ, പാരന്റൽ ആസിഡിനെയും ബേസിനെയും കണ്ടെത്താനുള്ള ഒരു വഴിയായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ശരിക്കും റിയാക്ഷൻ ഇതിന്റെ ഓപ്പോസിറ്റാണ് നടക്കുക. HClഉം NaOHഉം കൂടി ചേർന്നിട്ട് NaClഉം വാട്ടറും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കാൻ, ആരിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് അവതരിപ്പിച്ചു തരുന്നത്. NH4Clലേക്ക് H ആദ്യത്തെ ആളിലേക്കും OH രണ്ടാമത്തെ ആളിലേക്കും ചേർക്കുക. H രണ്ടാമത്തെ ആളിലേക്കും OH ആദ്യത്തെ ആളിലേക്കും ചേർക്കുക. അപ്പൊ പറഞ്ഞ ആദ്യം ഈ H ചേർത്ത ആളെ വിളിച്ചു പറ. HCl. ശരിയല്ലടാ? HCl. രണ്ടാമത്തതോ പറ NH4OH. ഇങ്ങനെയല്ലടാ വരിക? NH4OH. നേരത്തെ തന്ന ടേബിളിലുണ്ട് HCl സ്ട്രോങ് ആസിഡ് ആണ്, NH4OH വീക്ക് ബേസ് ആണ്. അപ്പൊ ഇയാളുടെ അക്വസ് സൊല്യൂഷൻ ആസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കോ എന്നാണ് ക്വസ്റ്റ്യൻ. ആസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കോ? എടാ ഇയാൾ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്? ആസിഡ് അല്ലേ ഡോമിനേറ്റ് ചെയ്യുന്നത്, സ്ട്രോങ് ആസിഡ് അല്ലേ. അപ്പൊ ഇയാള് മൊത്തത്തിൽ അസിഡിക് ആയിരിക്കും. പഠിച്ചോ? അപ്പൊ ഈ ഒരു സോൾട്ടിനെ വെള്ളത്തിൽ കലക്കിയാൽ കിട്ടുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും എന്നാണ് പറഞ്ഞത് എന്ന് മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് അടുത്തത് ഞാൻ കാണിച്ചു തരാം. NaCN. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിക്കുകയാണേ. വെള്ളം ഒഴിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത് പറഞ്ഞ CNലേക്ക് H ചേർക്കണം. അപ്പൊ HCN. ആദ്യം പറഞ്ഞ Naയിലേക്ക് OH ചേർക്കണം. അപ്പൊ NaOH. ഇങ്ങനെയല്ലടാ ഞാൻ പഠിപ്പിച്ചേ. ഇയാളെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? HCNനെ കുറിച്ചുള്ള അഭിപ്രായം, ഇയാൾ വീക്ക് ആസിഡ് ആണ്. HCN വീക്ക് ആസിഡ് ആണല്ലോ. ഇതാ HCN വീക്ക് ആസിഡ് ആണ്. പക്ഷെ NaOH സ്ട്രോങ് ബേസ് ആണ്. ശരിയല്ലേ? വീക്ക് ആസിഡും സ്ട്രോങ് ബേസും. അപ്പൊ എന്താ ചെയ്യുക? സ്ട്രോങ് ബേസിന്റെ പ്രോപ്പർട്ടിയാണ് ഡോമിനേറ്റിംഗ്. സ്ട്രോങ് ബേസ് ആണല്ലോ, അതാണ് ഡോമിനേറ്റിംഗ് ഫാക്ടർ. Therefore it is basic. ഇതിന്റെ അക്വസ് സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. പഠിച്ചല്ലോ? അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും, സാറേ വീക്ക് ആസിഡും വീക്ക് ബേസും ആണെങ്കിലോ? ചോദിക്കില്ല. അതിന് വേറൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. pH = ½ × P ഒന്നും ആവശ്യമില്ല. അപ്പൊ നോക്കിയടാ, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ന്യൂട്രൽ, സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് അസിഡിക്, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ബേസിക്. അതിൽ ഏതാണ് ഡോമിനേറ്റിംഗ് ഫാക്ടർ എന്ന് നോക്കിയാൽ മതി. ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അതാണ് അയാളുടെ pH. മനസ്സിലായല്ലോ? കോമൺ അയോൺ എഫക്റ്റ് ഇതാ വളരെ പ്രധാനമാണ്, ഭയങ്കര സിമ്പിളാണ്. ഇതാ കേട്ടോട്ടാ, ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ NH4Cl എടുത്തുട്ടാ.
NH4Cl. അപ്പോൾ ഈ NH4Cl ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് അതിലുള്ള അയോണുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. NH4+ഉം Cl- ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് ഇങ്ങനെ NaCl ഒഴിക്കുകയാണ്. NaCl ഇങ്ങനെ ഒഴിച്ചു. NaCl വേണ്ട, NH4OH ആയിക്കോട്ടെ ഒഴിക്കുന്നത്. NH4OH സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. NH4OH ഒഴിക്കുന്നു. അപ്പോൾ ഈ NH4OHലും ഈ കാണുന്ന NH4Clലും കോമൺ ആയിട്ടുള്ള ഒരു അയോൺ ഇല്ലേ? നിങ്ങളും ചിന്തിച്ചേ. NH4OHലും NH4Clലും കോമൺ ആയിട്ടുള്ള അയോൺ ഇല്ലേ? അതാരാണടാ കോമൺ അയോൺ? ഇവിടെയുള്ള കോമൺ അയോൺ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോലൈറ്റ് ആദ്യമേ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേറൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ, ചാർജുള്ള രണ്ടാൾക്കാരുകൾ കൂടി ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് ഇലക്ട്രോലൈറ്റ്. വേറൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തു, അതിലും NH4OH കോമൺ ആയിട്ട് ഒരാളുണ്ട്. ആരാണത്? NH4Clലും NH4OHലും കോമൺ ആയിട്ട് ആരുണ്ട്? NH4+ ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഞാൻ ഈ NH4OH ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കൂടുകയല്ലേ ചെയ്യുന്നത്? ശരിയല്ലേ? NH4OH ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കോമൺ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. കോമൺ അയോൺ ആരാ? NH4Cl. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കോൺസെൻട്രേഷൻ ഓഫ് NH4+ ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസസ്. ശരിയല്ലേ? അപ്പോൾ സിസ്റ്റം എന്തിന് ശ്രമിക്കും? ഞാൻ നേരത്തെ ലേ ഷാറ്റ്ലർ പ്രിൻസിപ്പിൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. സിസ്റ്റം എന്തിന് ശ്രമിക്കും? വിൽ ട്രൈ ടു ഡിക്രീസ് അമോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ ശ്രമിക്കും. ശരിയല്ലേ? അമോണിയം അയോൺ NH4+ന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ സിസ്റ്റം ശ്രമിക്കും എന്നല്ലടാ നേരത്തെ പറഞ്ഞത്. കോൺസെൻട്രേഷൻ ഓഫ് അമോണിയം അയോൺ കൂട്ടിയപ്പോൾ സിസ്റ്റം അത് കുറക്കാൻ ശ്രമിക്കും. പറഞ്ഞേടാ, അമോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ കുറക്കാൻ റിയാക്ഷൻ എങ്ങോട്ട് നടക്കണം പറ? അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കണം. അപ്പോഴല്ലേ അമോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ കുറയുക. അമോണിയം അയോൺ ഇവിടെ പ്രൊഡക്റ്റ് ആണല്ലോ, അതിന്റെ കോൺസെൻട്രേഷൻ കുറയാൻ ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. ഓൾവേസ് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. അപ്പൊ എപ്പോഴും കേട്ടോളനെ, ഒരു ഇലക്ട്രോലൈറ്റ് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ, മാന്യമായി ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇലക്ട്രോലൈറ്റിലേക്ക് കോമൺ അയോണുള്ള മറ്റൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്താൽ എപ്പോഴും ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. കാരണം എന്താ? കോമൺ അയോൺ എപ്പോഴും ഉണ്ടാവുക പ്രൊഡക്റ്റ് സൈഡില്ല. അയാളുടെ അളവ് ഇങ്ങനെ കൂടുക. അയാളുടെ അളവ് ഇങ്ങനെ കൂടുമ്പോൾ അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിയാക്ഷൻ നടക്കും. അപ്പൊ ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് കോമൺ അയോൺ എഫക്റ്റ്. അപ്പൊ കോമൺ അയോൺ എഫക്റ്റ് എന്താ സംഭവിക്കണമെന്ന് ചോദിക്കോ? ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ഒരു ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്യായിരുന്നല്ലോ, ആ ഡിസോസിയേഷന്റെ റേറ്റ് സ്പീഡ് കൂടുകയാണോ കുറയാണോ ചെയ്തത്? കുറയല്ലേ ചെയ്തത്? ആക്സിലറേറ്റ് ചെയ്യാണോ ചെയ്തത്? അല്ല, റിട്ടാർഡ് ചെയ്യാണ് ചെയ്തത്. അതാണ് പറയുന്നത്, ഇറ്റ് ഈസ് ദി സപ്രഷൻ ഓഫ് ദി ഡിസോസിയേഷൻ ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അയോൺസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നതിനെ സപ്രസ് ചെയ്യലാണ്. സപ്രസ് ചെയ്യാറിന അതിനെ ഒതുക്കലാണ്. ആ ഡിസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നതിനെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് റിയാക്ഷൻ നടക്കുകയാണ്, അവിടുന്ന് ഇങ്ങോട്ട് റിയാക്ഷൻ നടക്കുമ്പോഴാണ് ആ ഡിസോസിയേഷൻ. അതിനെ ഒതുക്കുന്നു എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുന്നു പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്നു. എപ്പോ? ബൈ ദി അഡീഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് എ കോമൺ അയോൺ. മറ്റൊരു ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്നു, ആ ഇലക്ട്രോലൈറ്റിൽ ആരുണ്ട് പറ? കോമൺ അയോൺ ഉണ്ട്. എങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നടക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഏത്? കോമൺ അയോൺ എഫക്റ്റ്. പഠിച്ചോ? അടുത്തത് നോക്കിക്കോ, ബഫർ സൊല്യൂഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് കൂടെ കഴിഞ്ഞാൽ ചാപ്റ്റർ തീർന്നേ. എന്താ ബഫർ സൊല്യൂഷൻ? എല്ലാവരും ഹൃദയം കൊണ്ടൊന്ന് കേട്ടോളണം മോനെ. ബഫർ സൊല്യൂഷൻ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം, ശരിക്കും കേട്ടോട്ടാ. എടാ, ബഫർ സൊല്യൂഷൻ, എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ എന്തോ ഒരു സൊല്യൂഷൻ ഉണ്ട്. ഞാൻ അതിലേക്ക് ആസിഡ് ഒഴിച്ചു. അല്ലെങ്കിൽ ബേസ് ഒഴിച്ചു. എന്ത് സംഭവിക്കും? അതിൻ്റെ pH ചേഞ്ച് ചെയ്യും. ശരിയല്ലേ? ഞാനൊരു വെള്ളമോ എന്തോ എടുത്തിട്ട് അതിലേക്ക് ആസിഡോ ബേസോ ഒഴിച്ചാൽ അതിൻ്റെ pH ചേഞ്ച് ചെയ്യും. ശരിയല്ലേടാ? എന്നാൽ ചില സൊല്യൂഷൻ ഉണ്ട്, ഞാൻ ആസിഡ് ഒഴിച്ചാലും ബേസ് ഒഴിച്ചാലും അതിലെ pH ചേഞ്ച് ചെയ്യില്ല. അങ്ങനത്തെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബഫർ സൊല്യൂഷൻ. പഠിച്ചോ? അപ്പൊ എന്താ ബഫർ സൊല്യൂഷൻ? സൊല്യൂഷൻ ഹാവിങ് കോൺസ്റ്റന്റ് pH വാല്യൂ. എന്താ? സൊല്യൂഷൻ ഹാവിങ് കോൺസ്റ്റന്റ് pH വാല്യൂ ഈവൻ ആഫ്റ്റർ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. ചെറിയ അളവിൽ ആസിഡ് ഒഴിച്ചാലും ബേസ് ഒഴിച്ചാലും pHന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാത്തവനാണ് ബഫർ. പഠിച്ചോട്ടോ മോനെ. ബഫർ 2 ടൈപ്പ് ഉണ്ട്. ആസിഡിക് ബഫറും ഉണ്ട്, ബേസിക് ബഫറും ഉണ്ട്. എന്താ ആസിഡിക് ബഫർ? ഒന്നുമില്ല, മിക്സർ ഓഫ് എ വീക്ക് ആസിഡ് ആൻഡ് ഇറ്റ് സോൾട്ട്. ഒരു വീക്ക് ആസിഡും അതിന്റെ തന്നെ ഒരു സോൾട്ടും. ഫോർ എക്സാമ്പിൾ കേട്ടോട്ടാ, ഒരു വീക്ക് ആസിഡിന് എക്സാമ്പിൾ ആണല്ലോ അസറ്റിക് ആസിഡ്, CH3COOH. അതിന്റെ തന്നെ ഒരു സോൾട്ട് എന്ന് പറയണമെങ്കിൽ CH3COO H ഇങ്ങോട്ട് മാറ്റിയിട്ട് വേറെ ആരെങ്കിലും കൊടുത്താൽ മതി, Na.
പഠിച്ചല്ലോ. അപ്പൊ CH3COOHും CH3COONയും CH3COOH അസറ്റിക് ആസിഡ് വീക്ക് ആസിഡാ, CH3CON അതിന്റെ സോൾട്ടാ. ഒരു വീക്ക് ആസിഡും അതിന്റെ സോൾട്ടും വന്നാൽ ദാറ്റ് ഈസ് ആൻ ആസിഡിക് ബഫർ. പഠിച്ചോ, ആസിഡിക് ബഫർ ആണ്. അടുത്തവനാണ് ബേസിക് ബഫർ. എന്തായിരിക്കും? വീക്ക് ബേസും അതിന്റെ സോൾട്ട്. വീക്ക് ബേസ്, ഇഷ്ടപ്പെട്ട വീക്ക് ബേസ് പറ. എല്ലാരും പറയുന്ന ആളാണ് NH4OH. ആയിക്കോട്ടെ, അതിന്റെ സോൾട്ട് NH4Cl. പഠിച്ചല്ലോ. അതിന്റെ സോൾട്ട് എന്ന് പറയാൻ ഈ OH ഇങ്ങോട്ട് മാറ്റിയിട്ട് പകരം വേറെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള വേറെ എന്തെങ്കിലും കൊടുത്താൽ മതി. അങ്ങനെ കൊടുത്തപ്പോൾ കിട്ടിയതാണ് ക്ലോറിൻ. ക്ലോറിനോ ബ്രോമിനോ സയനൈഡോ എന്ത് വേണേലും കൊടുക്ക്. NH4OH പ്ലസ് NH4Cl പറ. അത് വീക്ക് ബേസും അതിന്റെ സോൾട്ടുമാണ്. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബേസിക് ബഫർ. പഠിച്ചോടാ, ബേസിക് ബഫർ. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആരാ ബഫർ സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു? ബഫർ സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഹാവിംഗ് കോൺസ്റ്റന്റ് pH വാല്യൂ ഈവൻ ആഫ്റ്റർ അഡീഷൻ ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ്. അതിന് രണ്ട് എക്സാമ്പിൾ ഉണ്ട്, അസിഡിക് ബഫർ, ബേസിക് ബഫർ. വിത്ത് എക്സാമ്പിൾ ഞാൻ അത് പറഞ്ഞു. അതിന്റെ pH ഓഫ് ബഫർ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അസിഡിക് ബഫറിന്റെ pH കാണാൻ, എടാ അസിഡിക് ബഫറിന്റെ pH കാണാൻ, അസിഡിക് ബഫറിന്റെ pH കാണാൻ. പൊന്നുമക്കളെ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതല്ലേ. pH is equal to pKa plus log concentration of salt divided by concentration of acid. ഇതാണ് അസിഡിക് ബഫറിന്റെ pH കാണാനുള്ള ഇക്വേഷൻ. പഠിച്ച കുഞ്ഞെ, വീഡിയോ പോസ് ചെയ്യുക. 30 സെക്കൻഡ് സമയത്തേക്ക് 10 വട്ടം പറഞ്ഞു പഠിക്കുക. pH is equal to pKa plus log concentration of salt by acid. pH is equal to pKa plus log concentration of salt by acid. പഠിച്ചു. ഒന്നും മിണ്ടണ്ട. ഇതുവഴി നിനക്ക് കാൽക്കുലേഷൻ ഒന്നും ചോദിക്കില്ല. pKയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക, ലോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോൾട്ട് ബൈ ആസിഡ് ചെയ്തിട്ട് pH എത്രയാണെന്നൊന്നും ചോദിക്കില്ല. നീ കാണേണ്ടത് ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. നിന്നോട് എന്താണ് ബഫർ എന്ന് ചോദിക്കാം, എക്സാമ്പിൾ ചോദിക്കാം, എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കാം, അതിന്റെ pH കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് വരെ നിന്നോട് ചോദിക്കാം. pH is equal to pK plus log concentration of acid, salt by acid. അങ്ങനെയാണെങ്കിലോ ബേസിക് ബഫർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതിന്റെ എന്ത് കാണാൻ? pH കാണാനല്ല, pOH കാണാൻ ഇക്വേഷൻ ഉണ്ട്. pOH കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ pH കാണാം. എങ്ങനെ? 14 മൈനസ് ചെയ്താൽ മതി. നേരത്തെ ഞാൻ തന്നെ അല്ലേടാ പഠിപ്പിച്ചേ. അപ്പൊ ഇക്വേഷൻ ഭയങ്കര സിമിലർ ആണ്. ഇവിടെ pH ആണെങ്കിൽ അവിടെ pOH, ഇവിടെ pKa ആണെങ്കിൽ അവിടെ pKb. പഠിച്ചോ? പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് അല്ലടാ മുകളിൽ കാണണേ, അത് അങ്ങനെ തന്നെ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ഡിവൈഡഡ് ബൈ ബേസ് ആകുമ്പോ, ആസിഡ് ആകുമ്പോ ബേസ്. ഇവിടെ ആസിഡ്, ഇവിടെ ബേസ്. പഠിച്ചില്ലേ? ബേസിക് ബഫർ ആണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. pOH is equal to pKb plus concentration of salt divided by base. പഠിച്ചോ? ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെയ്സൽബെക്ക് ഹെൻഡേഴ്സൺ ഇക്വേഷൻ. മരിക്കുന്ന സമയത്ത് വന്നിട്ട് ഞാൻ ചോദിക്കും, മോനെ ആരാണ് ഹെയ്സൽബെക്ക് ഹെൻഡേഴ്സൺ ഇക്വേഷൻ? പറഞ്ഞിട്ടില്ലേ കൊന്നുകളയും. എഴുതി വെച്ചു, പഠിച്ചു വെച്ചു. റെഡി? അപ്പൊ മക്കളെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ അവസാനം പഠിക്കാനുള്ള ഒരു സാധനമാണ് സൊല്യൂബിലിറ്റി ആൻഡ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. സൊല്യൂബിലിറ്റി ഇക്വിലിബ്രിയ ഓഫ് സ്പെയറിംഗ്ലി സൊല്യൂബിൾ സോൾട്ട്. ഹെഡിങ് നീ വിട്, ഹെഡിങ് ആയിട്ട് സൊല്യൂബിലിറ്റി എന്ന് മാത്രം എഴുതിയാൽ മതി. എന്താണ് സൊല്യൂബിലിറ്റി എന്ന് കേട്ടോളണേ. ഒരു കുപ്പി വെള്ളം എടുത്തുട്ടോ, ശരിക്കും കേൾക്കണേ. അതിലേക്ക് ഞാൻ ഒരു ലേശം ഉപ്പിട്ടു. ലേശം ഉപ്പിട്ടു, എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു. അപ്പോൾ ആ ഉപ്പ് ഇങ്ങനെ കലങ്ങിയാണ് പോകുമല്ലോ. എന്നിട്ട് ഞാൻ ലേശം കൂടി ഉപ്പിട്ടു, കുറച്ചുകൂടെ ഉപ്പിട്ടു, എന്നിട്ടും കലക്കി. അപ്പോൾ അതും അങ്ങനെയാണ് കലങ്ങി. അതങ്ങനെ കലങ്ങി പോകുന്നത് ഇങ്ങനെ കണ്ട് എനിക്കതൊരു ഹരമൂത്ത്. ഞാൻ വീണ്ടും സോൾട്ട് ഇങ്ങനെ ഇട്ടിട്ട് കലക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇടുന്ന സോൾട്ട് മുഴുവൻ അതിലിങ്ങനെ കലങ്ങി പോകുമോ? ഇല്ലല്ലോ. ഒരു ലിമിറ്റ് വരെയല്ലേ കൊള്ളുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര കലക്കിയാലും അത് പിന്നെ ആ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് പോവില്ല. ശരിയല്ലേ? അപ്പോൾ ഞാൻ എടുത്ത വെള്ളത്തിൻ്റെ അളവ് 1 ലിറ്റർ ആണെന്ന് വിചാരിക്കുക. ആ 1 ലിറ്റർ ആണെങ്കിൽ അതിൽ കൊള്ളുന്ന ഒരു മാക്സിമം എമൗണ്ട് ഓഫ് സോൾട്ട് ഉണ്ടാവുമല്ലോ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി. പഠിച്ചല്ലോ? അപ്പൊ എന്താണ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സോൾവെന്റ്. 1 ലിറ്റർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റിയ മാക്സിമം സൊല്യൂട്ടിന്റെ അളവിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി. പഠിച്ചോ? എഴുതിക്കേ. സൊല്യൂബിലിറ്റി ഈസ് ദി സൊല്യൂബിലിറ്റി ഈസ് ദി മാക്സിമം കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ സോൾവെന്റ്. 1 ലിറ്റർ സോൾവെന്റ്, 1 ലിറ്റർ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റിയ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി. ആ സൊല്യൂബിലിറ്റിയെ ഞങ്ങൾ സയന്റിസ്റ്റുകൾ ക്യാപിറ്റൽ ലെറ്റർ എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. എന്താ റെപ്രസെന്റ് ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ആ ക്യാപിറ്റൽ ലെറ്റർ എസിന്റെ വാല്യൂ വെച്ച്
ആ സൊല്യൂട്ടിനെ നമുക്ക് 3 പേര് വിളിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ. സൊല്യൂബിലിറ്റി ഗ്രേറ്റർ ദാൻ 0.1 ആണെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് സൊല്യൂബിലിറ്റി ഗ്രേറ്റർ ദാൻ 0.1 മൊളാരിറ്റി 0.1 മൊളാറിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ അയാളെ കുറിച്ച് സൊല്യൂബിൾ ആയിട്ടുള്ള സോൾട്ട് ആണ് എന്നാണ് പറയാ. അതായത് ലിറ്ററിൽ കൊള്ളുന്നത് ഇങ്ങനെ അളന്നു നോക്കിയപ്പോഴോ ഒരു 0.2 മൊളാർ കൊണ്ടു 0.2 മൊളാർ കൊണ്ടു എന്ന് വിചാരിക്കും. 0.2 എന്നത് 0.1 വലുതാണല്ലോ. അപ്പൊ 0.1 വലുതാണെങ്കിൽ ആ സോൾട്ട് സൊല്യൂബിൾ ആണ് എന്നാ പറയാ. 0.01 ചെറുതാണെങ്കിൽ 0.01 ചെറുതാണ് എങ്കിൽ ആ കൊള്ളുന്ന അളവ് ഉണ്ടല്ലോ, മാക്സിമം കൊള്ളുന്ന അളവ് 0.01 ചെറുതാണെങ്കിൽ നമ്മൾ ആ സോൾട്ടിനെ സ്പെയറിംഗ്ലി സൊല്യൂബിൾ എന്നാണ് പേര് പറയുക. അതിനിടയിലാണെങ്കിൽ സ്ലൈറ്റ്ലി സൊല്യൂബിൾ എന്നാണ് പേര് പറയുക. ഈ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചോളണേ. സൊല്യൂബിൾ ആകുന്നത് എപ്പോൾ? എസിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0.1. സ്പെയറിംഗ്ലി സൊല്യൂബിൾ ആകുന്നത് 0.01 കുറവാകുമ്പോൾ. സ്ലൈറ്റ്ലി സൊല്യൂബിൾ ആകുന്നത് ഇൻ ബിറ്റ്വീൻ ആകുമ്പോൾ. പഠിച്ചല്ലോ. ലാസ്റ്റ് ഹെഡിങ് ഇതാണ്, സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. എടാ സൊല്യൂബിലിറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാ കേട്ടോട്ടാ. എടാ ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്. NaCl എന്ന് പറയുന്ന ഒരു സോൾട്ട് ആണ് എന്ന് വിചാരിക്കുക. വെള്ളത്തിൽ കലക്കിയാൽ അത് Na പ്ലസും Cl മൈനസും ആയിട്ടൊക്കെ മാറുമല്ലോ. പഠിച്ചില്ലേ? NaCl സോളിഡ് അല്ലേടാ. Na പ്ലസ് അക്വസ് ആണ്, Cl മൈനസ് അക്വസ് ആണ്. ഇതിന്റെ സൊല്യൂബിലിറ്റി, ഇതിന്റെ കോൺസെൻട്രേഷനെ ഞാൻ ജസ്റ്റ് എസ് എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ ഇത് എസ് ആണെങ്കിൽ ഇതും എസ് ആണ്. എന്താന്നുള്ളത് അടുത്ത എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുക. ഇത് എസ്. എന്തുകൊണ്ടാണ് ഞാനിവിടെ എസ് എടുത്തതെന്ന് അറിയോ? ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ കോഎഫിഷ്യന്റ് 1 തന്നെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും എസ് എടുത്തത്. ഇനി എന്നോട് പറ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെയാടാ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് അല്ലേടാ ചെയ്യുക. പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റ് ചെയ്യണോ? വേണ്ട, ഇത് സോളിഡ് ആണ്. സോളിഡിനെ നമ്മൾ നോക്കാറില്ല. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് മാത്രമാണ്. വാട്ട് ഈസ് ദി കോൺസെൻട്രേഷൻ ഓഫ് Na പ്ലസ്? ആ വെള്ളത്തിൽ കലക്കിയ മാക്സിമം Na പ്ലസിന്റെ അളവ് അത് എത്രയാണ്? അതിനല്ലേ നമ്മൾ സൊല്യൂബിലിറ്റി എന്ന് പേര് വിളിച്ചത്. അത് എസ് ഇൻറ്റു Cl മൈനസും എസ്. അപ്പൊ S ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ. പഠിച്ചില്ലേ? അപ്പൊ കിട്ടുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയാണ് നമ്മൾ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പേര് വിളിക്കുക. അപ്പൊ സൊല്യൂബിലിറ്റിയുടെ ടേമിൽ നമ്മൾ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്. അപ്പൊ KSP എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. കണ്ടല്ലോ, KSP ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ. എടാ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവാത്തത് അതിനെ മാത്രം ഫോക്കസ് ചെയ്താൽ ഈ കാണുന്ന എക്സാമ്പിളോട് കൂടെ നിന്റെ പ്രശ്നം കണ്ട് തീരും. കാൽഷ്യം ക്ലോറൈഡ് ഉണ്ട്. കാൽഷ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്താൽ കാൽഷ്യം 2+ 2 Cl മൈനസും ആയിട്ടാണല്ലോ ഡിസോസിയേറ്റ് ചെയ്യുക. അറിയാവുന്ന ഡിസോസിയേഷന്. കാൽഷ്യം ക്ലോറൈഡ് ഡിസോസിയേറ്റ് ചെയ്താൽ ഒരു കാൽഷ്യം 2+ ഉണ്ടാകും, 2 ക്ലോറിൻ 2- ഉണ്ടാകും. ഇയാളുടെ കോൺസെൻട്രേഷൻ എസ് ആണെന്ന് അസ്യൂം ചെയ്യുക. എസ് എന്ന് പറഞ്ഞാൽ സൊല്യൂബിലിറ്റി ആണ്. മാക്സിമം ഡിസോൾവ് ചെയ്തിരിക്കുന്നത് എസ് ആണ്. അപ്പൊ ഇയാളുടെ അളവ് എത്രയായിരിക്കും? 2s ആയിരിക്കും. ശരിയല്ലേ? ഒരു കാൽഷ്യം 2+ ഉണ്ടെങ്കിൽ 2 ക്ലോറിൻ മൈനസ് ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ എസ് ആയിട്ട് എടുത്താൽ ക്ലോറിന്റെ കോൺസെൻട്രേഷൻ 2s ആയിട്ട് എടുക്കണം. അപ്പൊ അവിടെ നിന്ന് നമുക്ക് KSP കാൽക്കുലേറ്റ് ചെയ്യാം. KSP ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് റേസ് ടു 2. കണ്ടോ വ്യത്യാസം വന്നത്? കണ്ടോ? ഇവിടെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. അത് അതിന് പവർ ആയിട്ട് കൊടുക്കണം. എന്താ സാറേ നേരത്തെ കൊടുക്കാഞ്ഞേ? അവൻ കൊടുത്തിട്ടുണ്ട്. ഇവിടത്തെ 1 അല്ലേടാ. 1 തന്നെയാണല്ലോ ഇവിടെയും കാണണേ. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റിനെ പവർ ആയിട്ട് കൊടുക്കണം. കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് Ca2+ ഇവിടെ തന്നിട്ടുണ്ടടാ, എസ് ആണ്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ് 2s അല്ലടാ, 2s. അതിന് പവർ 2 ഉണ്ട്. അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചു? എസ് ഇൻറ്റു 2ന്റെ സ്ക്വയർ 4, എസ് സ്ക്വയർ 4s സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 4s ക്യൂബ്. അപ്പൊ KSPയും എസും തമ്മിലുള്ള റിലേഷൻ ഇവിടെ KSP ഈസ് ഈക്വൽ ടു 4s ക്യൂബ് ആണ്. എപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോൾട്ട് കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ. NaCl ആണെങ്കിൽ KSP ഈസ് ഈക്വൽ ടു s സ്ക്വയർ ആണ്. അപ്പൊ ജനറലൈസേഷൻ പോസിബിൾ അല്ലാന്ന്. സോൾട്ട് മാറുന്നതിനനുസരിച്ച് റിലേഷൻ ബിറ്റ്വീൻ KSP ആൻഡ് S മാറുന്നു. അത് മനസ്സിലാക്കാൻ ഇയാൾ കൂടി ഒന്ന് നമുക്ക് പഠിക്കാം. AlCl3. AlCl3യുടെ ഡിസോസിയേഷൻ ഞാൻ സ്പീഡിൽ കാണിച്ചു തരാം. ഇത് Al3+ഉം 3Cl മൈനസും ആയിട്ടാണ് മാറുക. ശരിയല്ലേടാ? Al3+ന്റെ ഇവിടുത്തെ സ്റ്റോയിഷ്യോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആയതുകൊണ്ട് ഇത് S, ഇവിടുത്തത് 3 ആയതുകൊണ്ട് ഇത് 3s എന്ന് എടുക്കണം. Then KSP is equal to concentration of Al3+ into concentration of Cl minus raised to 3 എന്ന് കൊടുക്കണം. ശരിയല്ലേ? ഇപ്പൊ ഒന്നും ഞാൻ പുതിയത് പറയുന്നില്ല, ഒക്കെ പഴയതിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. The Al3+ന്റെ solubility S. ശരിയല്ലേ?
ക്ലോറിന്റെ കോൺസെൻട്രേഷൻ 3s. അപ്പൊ ഞാൻ ഇവിടെ 3s എന്ന് എഴുതി. ഓൾ റേസ് ടു 3. അപ്പൊ ഇവിടെ 3 എന്ന് കൊടുത്തു. എടാ ഞാൻ പറയാ s ഇൻറ്റു 3ന്റെ ക്യൂബ് എത്രയാ? 9 എന്ന് പല ആൾക്കാരുടെയും വായിൽ വരും, പക്ഷെ 27 ആ. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നാ, അല്ലാതെ 3 ഇൻറ്റു 3 എന്ന് മാത്രമല്ല. 3 വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ 27 s റേസ് ടു 3. ശരിയല്ലടാ? അപ്പൊ 27 ഒന്നുകൂടെ എടുത്തെഴുതി. s ഇൻറ്റു s റേസ് ടു 3 ഇസ് ഈക്വൽ ടു s റേസ് ടു 4. മനസ്സിലായില്ലേ? ഇതുപോലെ ഏത് സോൾട്ട് തന്നാലും നിനക്കതിന്റെ റിലേഷൻ ബിറ്റ്വീൻ KSP ആൻഡ് S വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ദീസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം, ഫിസിക്കൽ ഇക്വിലിബ്രിയം, അയണിക് ഇക്വിലിബ്രിയം, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നമ്മൾ ഇവിടെ പൂർണ്ണമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി മോനെ നിന്റെ കയ്യിലാണ്. എൻ്റെ കയ്യിലുള്ളത് നിനക്ക് ഞാൻ തന്നു, നീ അതങ്ങോട്ട് വാങ്ങ്, അങ്ങോട്ട് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങ്, പരീക്ഷാ പേപ്പറിൽ അങ്ങോട്ട് വെതറ്, മാർക്ക് അങ്ങോട്ട് വാങ്ങ്. അടുത്ത ചാപ്റ്റർ വീണ്ടും കാണാം. താങ്ക് യു.